Father, we thank you, Lord, for this evening. ഈ സായാഹ്നത്തിനായിട്ട് പിതാവേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. As we continue to study the book of Ruth, രൂത്തിന്റെ പുസ്തകത്തിന്റെ പഠനത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ today we want to narrow it down to the way Naomi returned. നവോമിയുടെ മടങ്ങി വരവിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Many of us have gone away from your presence. നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നവരാണ് കർത്താവേ ഞങ്ങളിൽ പലരും. Maybe because of various other reasons. പല പല കാരണങ്ങൾ അതിനുണ്ടാവും. But this is the moment where you want to invite us to come back. കർത്താവേ, എന്നാൽ നീ ഇന്ന് ഞങ്ങളെ മടക്കി വിളിക്കുന്ന നിമിഷമായി ഇതിനെ ഞങ്ങൾ കാണുന്നു. The way the prodigal son's father is waiting. കർത്താവേ, ധൂർത്തപുത്രന്റെ ആ പിതാവ് കാത്തിരുന്നത് പോലെ You are waiting for us. നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നല്ലോ. Lord, you brought people here. കർത്താവേ, നിന്റെ ജനത്തെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. And you gave me a message. നീ ഒരു സന്ദേശം അടിയന് നൽകിയിരിക്കുന്നു. Let this message meet the needs of the people who are sitting here. ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് കർത്താവേ ഈ സന്ദേശം നീ എത്തിക്കണമേ. We commit each one of us into your hands. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. My study would be basically the 6th and 7th verses of the first chapter of the book of Ruth. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിലായിരിക്കും ഇന്നത്തെ പഠനം പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. But to give you a kind of a startup, I may start little early, like from the second verse. എന്നാൽ ഒരു തുടക്കം എന്ന നിലയ്ക്ക് രണ്ടാമത്തെ വാക്യം മുതൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. We have already found out that a man by name Elimelech along with his family moved from Bethlehem to Moab. എലിമലേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തോടൊപ്പം ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയത് നാം കണ്ടു. The word Elimelech means Yahweh is my God, king. Elimelech means Yahweh is my king. യഹോവ എന്റെ രാജാവാകുന്നു എന്നാണ് എലിമലേക്ക് എന്ന പേരിന്റെ അർത്ഥം. He has both God and king in his name. തന്റെ പേരിൽ കർത്താവിന്റെ പേരുമുണ്ട്, ദൈവം എന്ന രാജാവ് എന്ന പേരുമുണ്ട്. But he doesn't want to have God as his king. എന്നാൽ ദൈവത്തെ തന്റെ രാജാവായി സ്വീകരിക്കുവാൻ അദ്ദേഹം ഒരുക്കമല്ല. The greatest problem with us is this, that we don't want God to be God to us. ദൈവം നമ്മുടെ ദൈവമാകുവാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്നത് നമ്മളിലെ വലിയൊരു പ്രശ്നമാണ്. As human beings, we don't like somebody to control us. മനുഷ്യർ എന്ന നിലയ്ക്ക് മറ്റൊരാളെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. We don't want somebody to give us directions. ആരെങ്കിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിൽ നമുക്ക് സന്തോഷമില്ല. Particularly when we are going through tough situations. പ്രത്യേകിച്ചും ദുരിതമുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ നാം പോകുമ്പോൾ. This family was in Bethlehem. ബേത്ലഹേമിലായിരുന്നു അദ്ദേഹം ഈ സമയത്ത്. And there was famine. അവിടെ ക്ഷാമമുണ്ട്. And when they have famine, ക്ഷാമത്തിന് ഈ സമയത്ത് they should have consulted God. ദൈവത്തോട് ആലോചിച്ച് ചോദിക്കേണ്ടതാണ്. Most of us go through challenges in our lives. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകാറുണ്ട്. We have pain in our lives. ജീവിതത്തിൽ വേദനകളുണ്ട്. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Why do we have pain in our life? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുന്നു? There are 3 reasons. 3 കാരണങ്ങൾ Why pain can happen in our lives. നമ്മുടെ ജീവിതത്തിൽ വേദനകൾക്ക് കാരണം. Number 1. ഒന്ന്, it's very easy to know, വളരെ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്, but very difficult to accept. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. That is, അതിങ്ങനെയാണ്. when you have done something wrong, തെറ്റായി നാം എന്തെങ്കിലും ചെയ്താൽ God allows pain into your life to punish you. നമ്മെ ശിക്ഷിക്കുവാനായി ദൈവം വേദനയുടെ അനുഭവം ജീവിതത്തിൽ നൽകും. I can give you a couple of biblical examples for that. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ചില ഉദാഹരണങ്ങൾ നൽകട്ടെ. David was punished because of his sin. ദാവീദിന്റെ പാപം നിമിത്തം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. He lost his son. തന്റെ മകനെ നഷ്ടപ്പെട്ടു. Samson was punished for his sin. തന്റെ പാപം നിമിത്തം ശിംശോൻ ശിക്ഷ അനുഭവിച്ചു. He lost his eyes. തന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. He lost his dignity. തന്റെ മഹത്വം നഷ്ടപ്പെട്ടു. He lost everything. തനിക്കുള്ളതൊക്കെയും ഇല്ലാതെയായി. It is God's punishment upon him. അദ്ദേഹത്തിന്റെ നേരെ ദൈവത്തിന്റെ ശിക്ഷയായിരുന്നു അത്. This is the first reason. ഇതാണ് ഒന്നാമത്തെ കാരണം. As a punishment, ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് pain can come into our lives. നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ അനുഭവം ഉണ്ടാകാം. But there is a second one. എന്നാൽ മറ്റൊരു കാരണം, To protect us, God can allow pain into our lives. നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ജീവിതത്തിൽ വേദന അനുവദിച്ചു എന്ന് വരാം. If that pain is not there, ആ വേദന ഇല്ല എങ്കിൽ probably we may go forward and commit sin.
നാം മുമ്പോട്ട് പോയി പാപം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. So therefore God protects us by creating pain. അതുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം വേദന ഏർപ്പാടാക്കുന്നു. I'll give you an example. ഉദാഹരണം പറയട്ടെ. There was great apostle Paul. അപ്പോസ്തലനായ പൗലോസ് എന്ന ശ്രേഷ്ഠനായ അപ്പോസ്തലൻ, He was having some disease. അദ്ദേഹത്തിന് എന്തോ ഒരു രോഗമുണ്ടായിരുന്നു. He prayed 3 times. 3 തവണ അദ്ദേഹം പ്രാർത്ഥിച്ചു. Probably his prayer was something like this. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: God, you gave me the gift. കർത്താവേ, നീ എനിക്ക് ദാനം നൽകി. And when I pray, people are healed. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾക്ക് രോഗസൗഖ്യം വരുന്നു. But here I am sick. ഇപ്പോൾ ഇവിടെ ഞാൻ രോഗത്തിലായി. I prayed and I am not getting healed. ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിലും എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. How is this happening? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? People will have different kinds of questions. പല തരത്തിലുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്കുണ്ടാകാം. He prays and everybody is healed. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നു. But he cannot heal himself. എന്നാൽ സ്വയം സൗഖ്യം വരുത്തുവാൻ അദ്ദേഹത്തിന് God സാധിക്കുന്നില്ല. answered him, ദൈവം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു: Paul, പൗലോസേ, I want you to have that pain. ആ വേദന നിനക്ക് വരണമെന്ന് ഞാൻ He ആഗ്രഹിക്കുന്നു. says, why Lord? എന്തുകൊണ്ട് കർത്താവേ? There are 2 reasons. 2 കാരണങ്ങൾ. Reason number 1, ഒന്നാമത്തെ കാരണം, if you don't have this pain, ഈ വേദന നിനക്കില്ല എങ്കിൽ people may think that you are the healer and you are God. നീയാണ് സൗഖ്യദായകൻ, നീയാണ് ദൈവം എന്ന് മനുഷ്യർ ചിന്തിക്കും. Then immediately Paul says, oh, I don't want that to happen. അയ്യോ, അതിങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ് And പറഞ്ഞു. that's the reason I allowed that pain. ഞാൻ ആ വേദന നിനക്ക് നൽകിയത് അതിനു വേണ്ടിയാണ്. There is a second reason. രണ്ടാമതൊരു കാരണം The കൂടിയുണ്ട്. second reason is, ആ കാരണം ഇതാണ്: if you don't have this pain, ഈ വേദന നിനക്കില്ല എങ്കിൽ probably you may not find the need in me. എന്റെ ആവശ്യം നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയുകയില്ല. You may think I don't need God. എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് നീ കരുതിയേക്കാം. Because of these 2 reasons, ഈ 2 കാരണങ്ങൾ നിമിത്തം I allowed pain into your life. നിന്റെ ജീവിതത്തിൽ ഈ വേദന ഞാൻ നൽകിയിരിക്കുന്നു. And Paul says, പൗലോസ് പറയുന്നു: Lord, the pain is very painful. കർത്താവ്, ഈ വേദന അത് ശരിക്കും വേദന I ഉണ്ടാക്കുന്നതാണ്. know that. എനിക്കറിയാം. I will not remove the pain, ഞാൻ ആ വേദന മാറ്റാൻ പോകുന്നില്ല. but I will give you the grace to experience that pain. ആ വേദന അനുഭവിക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് നൽകും. You can go through that pain because of my grace. എന്റെ കൃപ കൊണ്ട് ആ വേദനയിൽ കൂടെ മുമ്പോട്ട് പോകുവാൻ നിനക്ക് Grace സാധിക്കും. can only help you to go through pain. It will not remove pain. കൃപ എന്നത് വേദന മാറ്റുകയില്ല, വേദനയിൽ കൂടെ കടന്നു പോകുവാൻ നമ്മളെ സഹായിക്കുന്നു. And God sometimes gives us grace to go through that pain. വേദനയിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം ചിലപ്പോൾ നമുക്ക് കൃപ നൽകുന്നു. Number 1 is punishment. ഒന്നാമത് ശിക്ഷ, Number 2 is protection. രണ്ടാമത് സംരക്ഷണം, But there is a third one മൂന്നാമതൊരു കാരണം which is very difficult to accept. ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. It often appears illogical. പലപ്പോഴും അത് നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കുവാൻ But this പറ്റാത്തതാണ്. kind of pain is given to only the selected few. തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമാണ് വേദന ഈ വിധത്തിൽ I want to ലഭിക്കുന്നത്. give you a kind of a narration for this. ഞാൻ ഇത് സംബന്ധിച്ചൊരു വിവരണം. One evening, ഒരു സായാഹ്നത്തിൽ this elderly man, പ്രായം ചെന്ന ഒരു he മനുഷ്യൻ, is a very rich man, വളരെ ധനികനാണ്, kind of a Middle East sheikh. അദ്ദേഹം ഗൾഫ് മേഖലയിൽ ഒരു ഷെയ്ക്കിന്റെ അവസ്ഥയിലാണ്. So he was going into the forest. അദ്ദേഹം വനത്തിലേക്ക് നടക്കുകയാണ്. He looked at his servants തന്റെ ദാസന്മാരെ നോക്കി and he said like this, ഇങ്ങനെ പറഞ്ഞു: I'm going little inside. ഞാൻ കുറച്ച് അകത്തേക്ക് പോവുകയാണ്, You take care. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. He went inside into the forest. അദ്ദേഹം അകത്തേക്ക് പോയി. He found a stone. ഒരു കല്ല് കണ്ടു. He probably knelt there. അവിടെ മുട്ടുകുത്തി കാണും. He looked up മുകളിലേക്ക് നോക്കി. and he went on to say the typical prayer he knows. അദ്ദേഹത്തിന് അറിയാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥന അദ്ദേഹം ചൊല്ലുവാൻ തുടങ്ങി. Elohim, എലോഹീം എന്ന് El വിളിച്ചു. Shaddai. എൽ ഷഡായ് എന്ന് He വിളിക്കുന്നു. was praying like that. അദ്ദേഹം ആ വിധത്തിലൊക്കെയും പ്രാർത്ഥിക്കുന്നു. Suddenly he heard a voice. പെട്ടെന്നൊരു സ്വരം കേൾക്കുന്നു. And the voice said, ആ ശബ്ദം ഇങ്ങനെയാണ്: Abraham, അബ്രഹാമേ, Abraham. അബ്രാമേ. And he immediately came to conscious. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം വന്നു. And he said, Lord, you have you come? കർത്താവേ, നീ എവിടെയാണ്? Yeah, it was me. It's അതെ, me. ഇത് ഞാൻ തന്നെയാണ്. How are you, Abraham? അബ്രാമേ, നിനക്ക് എങ്ങനെയുണ്ട്? I'm fine, Lord. കർത്താവേ, കുഴപ്പമൊന്നുമില്ല. How are the kids? എങ്ങനെയുണ്ട് മക്കളുടെ കാര്യം? The kids are grown up, they are fine. അതെ, മക്കളൊക്കെ വളർന്നു, അവർക്ക് How സന്തോഷമായിട്ടിരിക്കുന്നു. is the little one? എങ്ങനെയുണ്ട് ചെറിയ ആള്? Yeah, little one is now really big and is growing well. വളരെ ഭംഗിയായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. Abraham, I want you to do something for me. അബ്രാമേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. Tell me, Lord, what should I do? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Well, tomorrow morning, നാളെ
നാളെ രാവിലെ I want you നീ ഒരു കാര്യം, and your little fellow, അതുപോലെ നിന്റെ ഇളയ ആള്, the little fellow whom I gave you, ഞാൻ നിനക്ക് നൽകിയ ഇളയാള്, the little fellow whom you love so much. നീ വളരെയേറെ സ്നേഹിക്കുന്ന ആള്. Abraham immediately said, I know, Lord, it's Isaac. കർത്താവ്, എനിക്കറിയാം, ഇസ്ഹാക്കിന്റെ കാര്യമല്ലേ പറയുന്നത്. Good. You understood it ആ, very ഓക്കേ, well. നിനക്കെല്ലാം മനസ്സിലായല്ലോ. Take that fellow, little fellow, ആ പയ്യനെ നീ വിളിക്കണം, and I will show you a place. ഞാനൊരു സ്ഥലം നിനക്ക് കാണിച്ചു തരാം. You go there, നീ അവിടേക്ക് ചെന്ന് and I want you to worship. അവിടെ ചെന്ന് എന്നെ ആരാധിക്കണം. Oh, I'll definitely do it. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. Tomorrow morning we both will go and we'll do that. നാളെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇതൊക്കെയും ചെയ്യും. And Abraham is just going away. അബ്രഹാം അവിടുന്ന് തിരിച്ചു മടങ്ങുമ്പോൾ Probably he makes 2 steps. രണ്ട് ചുവട് ഒരുപക്ഷെ വെച്ച് And he കാണും. suddenly stops. ഒന്ന് നിന്നു, He looks back തിരിഞ്ഞു നോക്കുന്നു, and he says, ഇങ്ങനെ പറയുന്നു, Elohim. എലോഹീം. I forgot to ask you one thing. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. Tell me, what should I do? ഞാൻ എന്താ ചെയ്യേണ്ടത്? Can you tell me what do you like? എന്താണ് നിനക്ക് ആവശ്യമുള്ളത്, ഇഷ്ടമുള്ളതെന്ന് പറയാമോ? What should I give you to worship? ഞാൻ എൻ്റെ ആരാധനയുടെ ഭാഗമായിട്ട് നിനക്ക് എന്താണ് ഞാൻ അർപ്പിക്കേണ്ടത്? And Elohim says, അപ്പോൾ എലോഹിം പറയുന്നു, അബ്രാമേ, Lord, please tell me you're silent. കർത്താവേ, നീ എന്താ മിണ്ടാതിരിക്കുന്ന കാര്യം പറ. I just want to tell you this. Please wait. ഞാൻ പറയാം, നീ ഒന്ന് നിൽക്ക്. I want Isaac. എനിക്ക് ഇസ്ഹാക്കിനെ വേണം. Elohim. എലോഹീം. Yes, Abraham, I want Isaac. അതെ അബ്രാമേ, എനിക്ക് ഇസ്ഹാക്കിനെയാണ് വേണ്ടത്. Can you bring him there and sacrifice him for me? എനിക്ക് വേണ്ടി ഇസ്ഹാക്കിനെ അവിടെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പറ്റുമോ? Abraham says, okay. അബ്രഹാമിന്റെ മറുപടി, കർത്താവേ. He walks back. തിരിച്ചു പോകുന്നു. It's becoming dark. ഇരുട്ട് കൂടി വരികയാണ്. His wife is in a tent. ഒരു കൂടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. She was trying to peep and see whether her husband is coming or not. തന്റെ ഭർത്താവ് മടങ്ങി വരുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. When she saw Abraham coming, അബ്രഹാം വരുന്നത് കണ്ടപ്പോൾ she looks and says, my Lord. അദ്ദേഹത്തെ പ്രഭു എന്ന് വിളിക്കുന്നു. It's dark. ഇരുട്ടായല്ലോ. Where have you been? എവിടെയായിരുന്നു ഇത്രയും നേരം? Sarah, I was talking with Elohim. സാറ, ഞാൻ എലോഹിമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. You mean Elohim came to talk to you? എലോഹിം നിന്നോട് സംസാരിക്കാൻ വന്നെന്നാണോ പറയുന്നത്? Is everything fine? അദ്ദേഹത്തെ അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. Yeah, everything is fine, Sarah. എല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. So as they're walking in, അദ്ദേഹം അകത്തേക്ക് പോയപ്പോൾ Abraham looks at Sarah and says, സാറായെ നോക്കിക്കൊണ്ട് അബ്രഹാം പറയുന്നു, tomorrow early morning me and Isaac have to get up and go and worship the Lord in the place where he is showing me. കർത്താവ് എന്നെ കാണിച്ചു തന്ന സ്ഥലത്തേക്ക് നാളെ രാവിലെ ഞാനും ഇസ്ഹാക്കും കൂടെ പുറപ്പെട്ട് കർത്താവിന് അവിടെ ആരാധന അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. And they sleep. അവരുറങ്ങുന്നു. Probably around 3 o'clock. ഏതാണ്ട് 3 മണിയായി കാണും. Abraham gets up. അബ്രഹാം ഉണർന്നു. Very silently tries to move out of the tent. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുന്നു. Sarah suddenly gets up. സാറ പെട്ടെന്ന് ഉണരുന്നു. My Lord, where are you going? യജമാനൻ, നീ എവിടേക്കാണ് പോകുന്നത്? Well, I need to cut some wood for the sacrifice. അവിടെ യാഗം കഴിക്കാനായിട്ട് കുറച്ച് തടിയൊക്കെ വിറകൊക്കെ അറുത്തെടുക്കണമല്ലോ. Okay, you do that. I'll make some roti. അത് ചെയ്തോ, ഞാൻ എപ്പോഴത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. Abraham goes. അബ്രഹാം പോകുന്നു. And he starts cutting. അദ്ദേഹം അത് തടിയൊക്കെ വെട്ടാൻ തുടങ്ങുന്നു. Some of the servants hear that voice. ആ ശബ്ദം ദാസന്മാർ ചിലത് കേൾക്കുന്നു. The sound. ഈ ശബ്ദമാണ്. And they come running. അവർ ഓടി വരുന്നു. Who is it? Who is it? ആരാണെന്ന് ചോദിക്കുന്നു. And they see Abraham cutting the wood. അബ്രഹാം ഇവിടെ തടി വെട്ടുന്നത് അവർ കാണുന്നു. And they said, don't do it, sir. We'll do it for you. അയ്യോ, അത് ചെയ്യരുത്, ഞങ്ങളത് ചെയ്തോളാമെന്ന് അവർ പറയുന്നു. Please be quiet. I have to do this. ഇല്ല, ഞാൻ തന്നെ ഇത് ചെയ്യണം. Sir, you are pretty old. You can't do this. യജമാനൻ, നിനക്ക് നല്ല പ്രായം, ഈ വിറകൊക്കെ വെട്ടാനുള്ള ആരോഗ്യമുണ്ട്. Not necessarily. I'll do it for myself. ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി ഇത് I ചെയ്തോളാം. cannot outsource this. എനിക്കിത് വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. I cannot ask somebody else to do this. ഇത് ചെയ്യാൻ വേറെ ആരോടും പറയാനും പറ്റില്ല. While he was cutting the wood, ആ വിറകൊക്കെയും വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ he looks at the wood. അദ്ദേഹം അത് നോക്കുന്നു. And he imagines his son Isaac. ഇസ്ഹാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നു. Will this wood be sufficient to burn my son? എന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് ഇത്രയും വിറക് മതിയായിരിക്കുമോ? You can see the pain a father can go through at that moment. ആ നിമിഷം ഒരു പിതാവിന് ഉണ്ടാകുന്ന വേദന നമുക്കിവിടെ കാണുവാൻ And he സാധിക്കും. calls 2 of his servants. തന്റെ 2 ദാസന്മാരെ വിളിക്കുന്നു. You both come with me. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ Get a വരിക. donkey.
നമുക്ക് കുറെ പോകാനുണ്ട്. and put this wood on that donkey. നിങ്ങൾ ആ കഴുതയുടെ മേൽ ഇതിനെ എടുത്തു വെക്കുക. In the meantime, Isaac comes. ഈ സമയത്ത് ഇസ്ഹാക്ക് വരുന്നു. Papa, mommy told that you had a talk with Elohim. പപ്പ, എലോഹിമിനോട് ഇന്നലെ അങ്ങ് സംസാരിച്ചെന്ന് മമ്മി പറഞ്ഞല്ലോ. Yes, Isaac. ഇസ്ഹാക്ക് അത് സംഭവിച്ചു. Actually, you and me, we have to go some distance to worship the Lord. ശരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം പോയി യഹോവയെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. Wow, that's crazy, Papa. I'm going to come with you. അയ്യോ, അത് നല്ല രസമുള്ള കാര്യമാണല്ലോ, ഞാൻ നിന്റെ കൂടെ വരികയാണ്. I'll just go and say, give a kiss to mommy and come. ഞാൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടി വരാം. And as Isaac was going, ഇസ്ഹാക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ Abraham calls Isaac. അബ്രഹാം ഇസ്ഹാക്കെ എന്ന് വിളിക്കും. Isaac, ഇസ്ഹാക്കെ, give a long hug to your mom. അമ്മയ്ക്ക് നല്ലൊരു ചുംബനം Give കൊടുക്കണം, her a long kiss. നല്ലൊരു ഉമ്മ കൊടുക്കുക. Say bye and come. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് വരിക. Papa, why? പപ്പ, അതിന്റെ ആവശ്യം എന്താ? It's nothing. You just do it. ഇല്ല, നീ ഏതെങ്കിലും പറഞ്ഞ പോലെ കേക്ക്. You just do it. നീ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകും. Isaac was not sure. ഇസ്ഹാക്കിന് അങ്ങോട്ട് കാര്യം He comes മനസ്സിലാകുന്നില്ല. back. അദ്ദേഹം തിരിച്ചു വരുന്നു. They walk for 2 days. അവർ 2 ദിവസത്തെ വഴി On പോകുന്നു. the 3rd day, മൂന്നാം ദിവസം he calls 2 of his servants. ആ ദാസന്മാർ 2 പേരെ And വിളിക്കുന്നു. then he says, അവരോട് പറയുന്നു, can you keep this wood on this fellow Isaac? ഇസ്ഹാക്കിന്റെ മേലെ ഈ ഒരു വിറകൊക്കെ എടുത്ത് വെക്കാമോ? Sir, we will bring the wood onto the mountain. ഞങ്ങൾ മലയുടെ മേളിലോട്ട് ഇത് കൊണ്ടുവരാമെന്ന് അവർ Not പറയുന്നു. necessary. വേണ്ട, അത് വേണ്ട. Keep it on his head. ഇസ്ഹാക്കിന്റെ കയ്യിൽ He കൊടുക്കുക, can carry it. അവൻ അത് എടുക്കാൻ പറ്റും. And Isaac says, ഇസ്ഹാക്ക് പറയുന്നു, Papa is asking you to keep the wood on my head. പപ്പ പറയുന്നത് കേട്ടില്ലേ, എന്റെ കയ്യില് എന്റെ തലയിൽ അത് എടുത്ത് You better വെക്കും, do it. നിങ്ങൾ അതൊക്കെ ചെയ്താൽ മതി. While he's having wood on his head, ഇസ്ഹാക്ക് തലയിൽ ഈ വിറക് as ചുമക്കുകയാണ്, walking up, മുകളിലേക്ക് പോവുകയാണ്. Isaac asked this question. ഇസ്ഹാക്ക് ഈ ചോദ്യം Papa, I ചോദിക്കുന്നു, have wood പപ്പ, വിറകുണ്ടല്ലോ on my head, എന്റെ തലയിൽ and you have വിറകിരിപ്പുണ്ട്, the big sword. നല്ലൊരു വാള് കയ്യിലുണ്ടല്ലോ, You have fire. തീയുമുണ്ട്, But where is the sacrifice? എവിടെയാണ് യാഗം? My son, God will take care. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് God പറയുന്നു. will look to it. ദൈവം ആ കാര്യം നോക്കിക്കൊള്ളും. As they were going up, അവര് മുകളിലേക്ക് he പോകുമ്പോൾ, says, Papa, പപ്പ, I just want to say one thing. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, This wood is sufficient to burn me. ഈ തടി ഇത് എന്നെ തന്നെ യാഗം കഴിക്കാൻ മാത്രം ഉണ്ടല്ലോ. We don't find big animals on the mountain. മലയുടെ മുകളിൽ ഇത്രയും വലിയ മൃഗത്തെ ഒന്നും കിട്ടില്ല. I don't know what to do. എന്തോ ചെയ്യണ്ടേ? And probably Abraham clears his throat. അബ്രഹാം തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി. Yeah, this wood is sufficient to burn you. അതെ, നിന്നെ യാഗം കഴിക്കാൻ മതിയാവോളം തടി ഇവിടെയുണ്ട്, But God will provide. എങ്കിലും As ദൈവം he കരുതിക്കൊള്ളും. goes there, നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ, as they reach to the top, അവര് മുകളിലെത്തിയപ്പോൾ Abraham looks at Isaac and says, അബ്രഹാം ഇസ്ഹാക്കിനെ നോക്കിക്കൊണ്ട് പറയുന്നു, Isaac, ഇസ്ഹാക്കെ, you sit there അവിടെ ഇരിക്കുക, and take this bottle, നീ വെള്ളം എടുക്ക്, drink water. നീ വെള്ളമൊക്കെ You കുടിച്ചോളൂ, finish the whole water. You got it? വെള്ളമൊക്കെ മുഴുവൻ കുടിച്ചു തീർക്കണം. Papa, I'll drink. That's fine. അപ്പൊ ഞാനിതൊക്കെ കുടിച്ചോളാം. But what are you going to do? നീ എന്താ ചെയ്യാൻ പോകുന്നേ? I'm going to set the altar. ഞാൻ ഇതൊക്കെ ഒന്ന് Papa, ഞാൻ യാഗപീഠം Papa, I'll do it. I'll do it. അപ്പോൾ പറയുന്നത് ഇസ്ഹാക്ക് പറയുന്നില്ല, ഞാനതൊക്കെ ശരിയാക്കിക്കോളാം. No. ഇല്ല ഇല്ല, You please sit there. നീ അവിടെ You പോയിരിക്കും, finish this water. വെള്ളമൊക്കെ കുടിച്ചു തീർക്കുക. And Abraham was setting the altar. അബ്രഹാം യാഗപീഠം ഒരുക്കുകയാണ്. Isaac laughs. ഇസ്ഹാക്കിന് ചിരിക്ക് വരുന്നുണ്ട്. Papa, പപ്പ, what animal will be like this? ഇതുപോലെ ഒരു മൃഗം എവിടെ കിട്ടും? This altar is 6 feet tall 6 അടി ഉണ്ടല്ലോ ഈ യാഗപീഠം, and 2 feet wide. അതുപോലെ 2 അടി വീതിയുണ്ട്. Are you going to sacrifice a crocodile എന്താ, ഒരു മുതലേ യാഗം കഴിക്കാൻ പോകണോ, or a snake? അതോ ഒരു പാമ്പിനെയാണോ? No, ma, you sit there. ഇല്ല മോനെ, നീ അവിടെ ഇരിക്കുക. And after setting the altar, യാഗപീഠം തീർത്ത he ശേഷം comes close to Isaac ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് വരുന്നു. and he says, please get up. എഴുന്നേക്ക് എന്ന് പറയുന്നു. And Abraham hugs Isaac very tightly. വളരെ ആഴത്തിൽ ഇസ്ഹാക്കിന് In ചുംബനം his ear, കൊടുക്കുന്നു. he says, അവന്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, Isaac, ഇസ്ഹാക്കെ. Papa, tell me. എന്താ പപ്പ? Isaac, ഇസ്ഹാക്കെ, I love you so much. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. I know, Papa. Tell me, what is it? പപ്പ, എനിക്കറിയാം എന്താ കാര്യം എന്ന് പറ. Elohim asked me to sacrifice you. എലോഹിം എന്നോട് പറഞ്ഞത് നിന്നെ യാഗം കഴിക്കുവാനാണ്. Probably Isaac screamed, Papa! ഐസക്ക് ഉറക്കെ നിലവിളിച്ചിട്ടുണ്ടാവും. They hugged each other. അവര് പരസ്പരം ആലിംഗനം They ചെയ്തു. wept probably. മിക്കവാറും അവർ കരഞ്ഞിട്ടുണ്ടാവും. After a few seconds, ചില നിമിഷങ്ങൾക്ക് ശേഷം he says, Papa, പപ്പ, you cannot carry me. എന്നെ എടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കില്ല. I will lie down on the altar. ഞാൻ ആ യാഗപീഠത്തിന്മേൽ കിടന്നു You തരാം. tie my legs. നീ എന്റെ കാലൊക്കെ കെട്ടുക, You tie my hands. കയ്യും കെട്ടുക. When you separate my head from my body, എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ തല my വെട്ടിമാറ്റുമ്പോൾ body will fly away. ഒരുപക്ഷെ എന്റെ ശരീരം And മാറിപ്പോയേക്കാം. you cannot hold it. നിനക്കത് പിടിച്ചു വെക്കുവാൻ So സാധിക്കില്ല. you tie it. അതുകൊണ്ട് നീ കെട്ടിയിടുക. Abraham did everything.
ഇങ്ങനെയെല്ലാം അബ്രഹാം ചെയ്തു. And when he lifted up the sword, ഈ വാള് ഉയർത്തി. and when he wanted to chop off his son, തന്റെ മകനെ വെട്ടുവാനായിട്ട് the angel of the Lord came and said, "Stop it!" അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് നിർത്തുക എന്ന് And പറയുന്നത്. thereby Abraham was promoted to the highest level any human being can raise, the father of faith. ഒരു മനുഷ്യന് എത്താവുന്ന ഏറ്റവും വലിയ ഉയരത്തിലേക്ക് വിശ്വാസികളുടെ പിതാവ് എന്ന അവസ്ഥയിലേക്ക് These are അബ്രഹാം the three ഉയർത്തപ്പെടുന്നു. reasons we are going to have pain in our lives. നമ്മുടെ ജീവിതത്തിൽ വേദനയ്ക്കുള്ള 3 സാധ്യതകൾ ഇതാണ്. Number 1, punishment. 1 ശിക്ഷ, Number 2, protection. 2 സംരക്ഷണം, Number 3 is promotion. 3 ഒരു ഉയർച്ച. God often promotes us, ദൈവം പലപ്പോഴും ഒരു സ്ഥാനത്ത് നിന്ന് നമ്മെ ഉയർത്തും. and this promotion happens only through tests and trials. പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലും കൂടെയാണ് നമ്മളെ ഈ ഉയർത്തുന്നത്. Think about Joseph, who was promoted like that. ഇപ്രകാരം ഉയർത്തപ്പെട്ട യോസഫിനെ കുറിച്ച് ചിന്തിക്കുക. Think about Daniel, who was promoted like that. ഇപ്രകാരം ഉയർച്ച പ്രാപിച്ച ദാനിയേലിനെ കുറിച്ച് ഓർക്കുക. Think about Job, who was promoted like that. യോബിന്റെ ജീവിതത്തിലുള്ള ഉയർച്ചയും ഇപ്രകാരം എന്ന് If you ഓർക്കുക. are able to know the reason for the pain, pain becomes so blessed. നിങ്ങളുടെ ജീവിതത്തിൽ വേദനയുടെ കാരണം അറിയുകയാണെങ്കിൽ ആ വേദന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. My friends, I want to tell you how you can look at pain so in a blessed way. ഒരു അനുഗ്രഹകരമായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേദനയെ കാണുവാൻ സാധിക്കുമെന്ന് പറയട്ടെ. Imagine your daughter is pregnant. നിങ്ങളുടെ മകള് ഗർഭവതിയാണെന്ന് She കരുതുക. is 9 months. 9 മാസത്തെ She is into 10th day or 15th day. 10 15 ദിവസം മുമ്പോട്ട് പോകുന്നു. She calls you and she says, നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, "Mommy, I'm having a lot of disturbance in my tummy. മമ്മി എനിക്ക് വയറ്റിൽ വളരെ പ്രയാസമുണ്ടാകുന്നു, I'm having pain. വേദന ഉണ്ടാകുന്നു, And the pain is growing. ആ വേദന വർദ്ധിച്ചു I'm വരികയാണ്, not able to bear it." എനിക്കത് സഹിക്കുവാൻ പറ്റുന്നില്ല. When your daughter is about to cry because of pain, ആ വേദന കൊണ്ട് നിങ്ങളുടെ മകള് കരയുവാൻ തുടങ്ങുന്ന As a സാഹചര്യത്തിൽ mother, ഒരമ്മ എന്ന നിലയ്ക്ക് in your heart of hearts, നിങ്ങളുടെ ഹൃദയത്തിന്റെ will be ഉള്ളിൽ having the greatest joy of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ അത്യധികമായ സന്തോഷത്തിന്റെ That നിമിഷമായിരിക്കും അത്. pain is for a good purpose. കാരണം ആ വേദന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. That pain has a reason. ആ വേദനയ്ക്ക് ഒരു കാരണമുണ്ട്. That pain is going to bring you joy. ആ വേദന നിങ്ങൾക്ക് സന്തോഷം ദാനം ചെയ്യുകയാണ്. That pain is going to give you the gift of God. ദൈവത്തിന്റെ ഒരു ദാനം ആ വേദനയിൽ കൂടെ നിങ്ങൾക്ക് When ലഭിക്കുകയാണ്. you know the reason for the pain, ആ വേദനയുടെ കാരണം നിങ്ങൾ അറിയുമ്പോൾ pain is very beautiful. നിങ്ങൾ ആ വേദന സഹിക്കുവാൻ But ഒരുക്കമാകും. how do we know the reason? എന്നാൽ കാരണം എങ്ങനെ നമുക്കറിയാം? When we enlist it to the Lord, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ വേദന കൊടുക്കുമ്പോൾ you should not escape. നിങ്ങൾ രക്ഷപ്പെടുവാൻ ശ്രമിക്കരുത്. You should not silently endure. നിങ്ങൾ നിശബ്ദമായിട്ട് ഇത് സഹിക്കുവാൻ But ശ്രമിക്കരുത്. you need to share it with the Lord. നിങ്ങൾ ഇത് കർത്താവുമായിട്ട് പങ്കിടുവാൻ This തീരുമാനിക്കുക. man, Elimelech, എലീമലേക്ക് എന്ന ഈ he മനുഷ്യൻ was going through pain. വേദനയിൽ കൂടി അദ്ദേഹം പോകുകയാണ്. He was not having money, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, and his business is going down. അദ്ദേഹത്തിന്റെ കച്ചവടം So തകരുകയാണ്. he wanted to move away. അവിടുന്ന് മാറിപ്പോവാൻ ആഗ്രഹിക്കുന്നു. He took a decision. അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. He was having 2 sons. 2 മക്കളാണുള്ളത്. These sons probably are teenagers. ഒരു പക്ഷേ അവര് ഒരു 10-12 വയസ്സിന് മുകളിൽ Or പ്രായമുള്ളവരായിരിക്കാം. probably they are into early 20s. അവർ പക്ഷേ 20 വയസ്സിനോട് അടുത്ത് വരികയാവും. Because they were in Moab only for 10 years. കാരണം 10 വർഷം മാത്രമാണ് അവർ ജോലി And they ചെയ്തത്. were already married. അവര് വിവാഹം കഴിഞ്ഞിട്ട് അത്ര സമയമായി. So these 2 sons must be over 18 or 19. അപ്പൊ എന്തായാലും 18-19 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവും ഈ 2 And മക്കൾക്ക്. father might have looked at the sons and the wife. ഇവരുടെ തന്റെ ഭാര്യയും അതുപോലെ തന്റെ ആൺമക്കളെയും ഈ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പിതാവ് He might have said, "We are going to Moab." നമ്മൾ മോവാബിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. Because it looks very green there. കാരണം മോവാബ് കണ്ടിട്ട് വളരെ സന്തുഷ്ടിയുള്ള സ്ഥലമാണ്. One man's decision. ഒരു മനുഷ്യന്റെ തീരുമാനം. The decision of Elimelech. എലീമലേക്കിന്റെ തീരുമാനം. The total family is impacted. ആ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കുന്നു. As a father, ഒരു പിതാവ് എന്ന നിലയ്ക്ക്, as a mother, അമ്മ എന്ന നിലയ്ക്ക്, as a son, ഒരു മകൻ എന്ന as നിലയ്ക്ക്, a daughter, മകൾ എന്ന നിലയ്ക്ക്, your decision, നിങ്ങളുടെ തീരുമാനം, your work, നിങ്ങളുടെ പ്രവർത്തനം, your life നിങ്ങളുടെ ജീവിതം can impact the whole family. ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കുവാൻ സാധിക്കും. What kind of person you are. നിങ്ങൾ എപ്രകാരമുള്ള വ്യക്തിത്വമാണ്. Elimelech took a decision എലീമലേക്ക് ഇവിടെ ഒരു തീരുമാനമെടുക്കുന്നു. and they moved out of Bethlehem to Moab ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്ര ചെയ്യുന്നു. and they lived there. അവിടെ താമസിക്കുന്നു. Verse 3 says, 3-ാം വാക്യം, Elimelech died. എലീമലേക്ക് മരിച്ചു. The consequence of going away from God. ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നതിന്റെ ഫലം. And they moved there and he died. അവിടേക്ക് ചെന്നു, അദ്ദേഹം He മരിച്ചു. wanted there to go and establish himself, അവിടെ ചെന്ന് സ്വയമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. but he was lost. എന്നാൽ അദ്ദേഹം Verse നഷ്ടപ്പെട്ടു. 4 says, 4-ാം വാക്യം പറയുന്നു, their sons were married to Moabite women.
ആ മക്കൾ രണ്ടുപേരും മൊവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. Do you know who was Moab? മൊവാബ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? If you know who was Moab, മൊവാബ് ആരാണെന്ന് you അറിയാമെങ്കിൽ will question these people. നിങ്ങൾ ഈ ജനത്തോട് ചില ചോദ്യം How ചോദിക്കും. they can go to that extreme situation. ആ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എങ്ങനെ അവർക്ക് You പോകുവാൻ remember സാധിക്കും? Genesis 19. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ഓർക്കുമോ? 2 angels went to the house of Lot ലോത്തിന്റെ ഭവനത്തിലേക്ക് 2 ദൂതന്മാർ and കടന്നു ചെന്നു. took Lot and his family out of that house. ലോത്തിനെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയി. Lot's wife died, ലോത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. but the 2 daughters were there. എന്നാൽ 2 പെൺമക്കളുണ്ട്. And Lot and the 2 daughters moved. ഈ 2 പെൺമക്കളെയും ചേർത്ത് ലോത്ത് മുമ്പോട്ട് After പോവുകയാണ്. a couple of days, 2 ദിവസങ്ങൾക്ക് the ശേഷം 2 daughters thought like this: ഈ 2 പെൺമക്കൾ ഇങ്ങനെ ചിന്തിച്ചു, where from we are going to get husbands? നമുക്ക് എവിടെ നിന്ന് ഭർത്താക്കന്മാരെ ലഭിക്കും? Let's do one thing like this. നമുക്ക് ഇങ്ങനെ ചെയ്യാം. I am the elder one. മൂത്തയാളാണ് ഞാൻ. I will make daddy to drink a lot. പിതാവിന് നല്ലവണ്ണം മദ്യം കൊടുക്കാം. When he is completely intoxicated, ഈ മദ്യത്തിന്റെ ലഹരിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ I'll go and sleep with him. ഞാൻ അദ്ദേഹത്തോടൊപ്പം ശയിക്കാം. And the elder daughter slept with her father Lot. ലോത്തിനോടൊപ്പം ഈ മൂത്ത മകൾ ശയിക്കുന്നു. And the son that was born was called Moab. ആ ബന്ധത്തിൽ ജനിച്ച മകനാണ് മോവാബ്. And the people came out of Moab are called Moabites. അങ്ങനെ തുടർന്ന് വന്ന തലമുറ, മോവാബിൽ നിന്ന് വന്ന തലമുറയാണ് നമ്മൾ മൊവാബിയർ എന്ന് വിളിക്കുന്നത്. Naomi clearly knows what kind of people these are. ഇവരെ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നവോമിക്ക് വ്യക്തമായിട്ട് They അറിയാം. worship God by name Chemosh. കമോഷ് എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. That is the only God who demands the child sacrifice. ശൈശവ ബലി ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന ഒരു ദൈവം അത് മാത്രമാണ്. Such a horrible God they have. അങ്ങനെ ഭീതിതമായ ഒരു ദൈവിക ഭാവം. And they don't mind to have those 2 daughters as their 2 daughter-in-laws. ഈ ഇവിടെ നിന്നുള്ള 2 സ്ത്രീകളെ ഇവരുടെ മക്കളുടെ ഭാര്യമാരെ സ്വീകരിക്കുവാൻ മടിയില്ല. And the further consequence is this: ഇതിന്റെ തുടർന്ന് എന്താണ് the സംഭവിക്കുന്നത്? 2 sons died. ഈ 2 ആൺമക്കളും മരിക്കുന്നു. Naomi has reached the rock bottom of her life. തന്റെ ജീവിതത്തിന്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് നവോമി. In chapter 1 verse 21 she says, 1:21 നവോമി പറയുന്നു, I went away full, ഞാൻ നിറഞ്ഞവളായി ഇവിടേക്ക് വന്നു, the Lord brought me back empty. എന്നാൽ യഹോവ ഒഴിഞ്ഞവളായി എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. Now I can see in Naomi നവോമിയിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു a കാര്യം, kind of a prodigal son. ഒരു ധൂർത്തപുത്രന്റെ അവസ്ഥ. Prodigal son went away from father in such a fullness, വളരെ നിറവിന്റെ അവസ്ഥയിൽ ഈ ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് അകന്നുപോയി. in such a pleasure, വളരെ സന്തുഷ്ടിയുടെ അവസ്ഥയിൽ, in such a prosperity. വളരെയധികം സമ്പത്തുള്ള അവസ്ഥയിൽ He went with a lot of money which which his father has given. തന്റെ പിതാവ് തനിക്ക് നൽകിയ പണം, വളരെയേറെ പണവുമായിട്ടാണ് ഈ ധൂർത്തപുത്രൻ He പോകുന്നത്. went away. അവൻ ദൂരേക്ക് His പോയി. main goal was only prosperity. എങ്ങനെയെങ്കിലും സംതൃപ്തമായിട്ട് ജീവിക്കുക എന്ന ഏക ലക്ഷ്യമാണുള്ളത്. I'm sorry, ഞാനിത് പറയുന്നത് I'm ക്ഷമിക്കണം. going to give this very straight away. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് പറയട്ടെ. I've been to over 60 countries. 60ഓളം രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. And in every country, ഓരോ രാജ്യത്തും I have seen church that belongs to Kerala. കേരളത്തിൽ നിന്നുള്ള സഭകൾ ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. Everywhere. എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. Everywhere. എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. Praise the Lord. അതിനുവേണ്ടി ദൈവത്തിന് And there are സ്തോത്രം some ചെയ്യുന്നു. countries ചില രാജ്യങ്ങൾ where the people from Kerala control the what you call market. അവിടുത്തെ കച്ചവടത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ചില രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവരാണ്. I've been to Africa. ആഫ്രിക്കയിൽ ഞാൻ I've been to ചെന്നിട്ടുണ്ട്. Middle East. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ I've been പോയിട്ടുണ്ട്. to Australia. ഓസ്ട്രേലിയയിലും ചെന്നിട്ടുണ്ട്. In all these ഈ countries, രാജ്യങ്ങളിലെല്ലാം there are people from Kerala who have businesses. ബിസിനസ് നടത്തുന്ന മലയാളികളുണ്ട്. I'm praising God for you for that. ഞാൻ ആ ഒരു അനുഭവത്തിന് വേണ്ടി നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം A lot of ചെയ്യുന്നു. people want to go out of the Kerala. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനേകരും ആഗ്രഹിക്കുന്നു. What for? എന്തിനു വേണ്ടി? Are you trying to move out like Naomi? നവോമിയെ പോലെ പുറത്തേക്ക് പോകാനാണോ Are ആഗ്രഹം? you trying to move out like Naomi? നവോമിയെ പോലെ ഇവിടുന്ന് പുറപ്പെട്ടു പോകുവാനാണോ But ആഗ്രഹിക്കുന്നത്? there is other side of this Kerala also. കേരളത്തിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മറുവശമുണ്ട്. I have been to many mission fields. ഞാൻ പല മിഷൻ വയലുകളിലേക്കും പോയിട്ടുണ്ട്. And in many of the mission fields, പല മിഷൻ വയലുകളിലും I have seen people from Kerala as missionaries. മിഷണറിമാരായി മലയാളികളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. I am from Andhra. ഞാൻ ആന്ധ്രയിൽ നിന്നാണ്. And in Telangana,
തെലങ്കാനയിൽ you people have sent missionaries. മിഷണറിമാരായിട്ട് നിങ്ങളുടെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. And you people have come there from 100 years. 100 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഇവിടുന്ന് ആൾക്കാർ അവിടേക്ക് You പോയിട്ടുണ്ട്. established church in a place called Parkal. പറക്കാലിൽ നിങ്ങളൊരു സഭ സ്ഥാപിച്ചു. In 2024 they celebrated the centenary. 2024 അവര് 100ാമത്തെ And വാർഷികം your ആഘോഷിച്ചു. achans were there. നിങ്ങളുടെ അച്ഛന്മാർ അവിടെ ഉണ്ടായി. I praise God for that. ഞാൻ അതിനായിട്ട് ദൈവത്തിന് There are സ്തോത്രം two ചെയ്യുന്നു. kinds of people going out of Kerala. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രണ്ട് തരം Some ആൾക്കാരുണ്ട്. people are going because God called them to go out. പുറത്തേക്ക് പോകുവാനായിട്ട് ദൈവത്തിന്റെ വിളി ലഭിച്ചു പോകുന്ന ചില And ആൾക്കാരുണ്ട്. some people are going out because they want to gain something. എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാനായിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. What is the intention? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? Naomi moved out with her husband. നവോമി തന്റെ ഭർത്താവുമായിട്ട് പുറത്തേക്ക് She പോകുന്നു. want to earn. തനിക്ക് സമ്പാദിക്കണം. She want to achieve. തനിക്ക് ചില നേട്ടങ്ങൾ The നേടണം. prodigal son went out. ധൂർത്തപുത്രൻ ഇങ്ങനെ പുറത്തേക്ക് പോയി. Naomi went out. നവോമി പുറത്തേക്ക് പോയി. Both lost everything. രണ്ടുപേർക്കും മുഴുവനെല്ലാം നഷ്ടപ്പെട്ടു. And Naomi has reached the rock bottom. നവോമി അങ്ങേ അറ്റം And the പറ്റിയിരിക്കുകയാണ്. top of it, അതിനു മുമ്പരിയായി she has two daughter-in-laws who are widows. രണ്ട് മരുമക്കളുണ്ട്. അവർ രണ്ടുപേരും വിധവമാരാണ്. And in the same way, the prodigal son, ധൂർത്തപുത്രന്റെ കാര്യവും ഇതുപോലെ. he doesn't have anything to eat. തനിക്ക് ഭക്ഷിക്കുവാൻ പോലും ഒന്നുമില്ല. And he has to eat the husk that is being given to the pigs. പന്നിക്ക് കൊടുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Have you reached the rock bottom of your life? നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തട്ടോളം നിങ്ങൾ In എത്തിയിട്ടുണ്ടോ? the afternoon, I was talking to a guy from Warangal. പറങ്കലിൽ നിന്നുള്ള ഒരാളുമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കുകയായിരുന്നു. He reached the rock bottom of his life. തന്റെ ജീവിതത്തിന്റെ അറ്റം പറ്റിയിരിക്കുന്ന His അവസ്ഥ. friends asked me, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്നോട് can ചോദിച്ചു, you please talk to him? ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കാമോ? If you can talk to him for 5 minutes, 5 മിനിറ്റ് അയാളോടൊന്ന് he സംസാരിക്കുകയാണെങ്കിൽ can come out of that suicidal situation. ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ That fellow സാധിക്കും. is an IT guy. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണത്. A girl has ditched him. ഒരു പെൺകുട്ടി അദ്ദേഹത്തെ വഞ്ചിച്ചു. He wanted to commit suicide. ആത്മഹത്യ ചെയ്യുവാൻ അയാൾക്ക് ചിന്തയുണ്ട്. And my friend somehow connected him to me. അദ്ദേഹത്തിന്റെ ചില സ്നേഹിതരെ അദ്ദേഹവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി. He reached the rock bottom of his life. ജീവിതത്തിന്റെ അങ്ങേയറ്റം പറ്റിയ ഒരാൾ. Therefore he was willing to listen to me. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുവാൻ Maybe I മനസ്സായി. spoke to him for about 15 minutes. 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. At the end he said, അതിന്റെ അവസാനം പറഞ്ഞു, I will live. ഞാൻ ജീവിക്കും. And he held the phone. And he kept the phone. അദ്ദേഹം ഫോൺ അവിടെ വെച്ചു. My friends, എന്റെ സ്നേഹിതരെ, have you reached the rock bottom of your life? നിങ്ങളുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റം പറ്റിയിരിക്കുന്ന I അവസ്ഥയിലാണ് want to tell നിങ്ങൾ. you one thing. ഒരു കാര്യം പറയട്ടെ. God sometimes pushes us to the rock bottom so that we become helpless. പലപ്പോഴും നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് നാം പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആഴത്തിലേക്ക് തള്ളിയിട്ടു എന്ന് വരാം. In 35 years of evangelism, സുവിശേഷീകരണത്തിന്റെ 35 വർഷങ്ങൾക്ക് the ശേഷം most difficult thing I faced in my life was this: എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള to കാര്യം, make a person realize that he is helpless. തനിക്ക് താൻ നിസ്സഹായനാണെന്ന് എന്ന് ഒരാൾക്ക് തിരിച്ചറിവ് കൊടുക്കുകയാണ് ഏറ്റവും പ്രയാസം. Unless you realize that you are helpless, നിങ്ങൾ നിസ്സഹായരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല you എങ്കിൽ can't come to the Savior. നിങ്ങൾക്ക് രക്ഷകന്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കില്ല. That is the most difficult thing. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്. God had to wait for 10 long years till Naomi comes to a situation where she was willing to listen. നവോമി കേൾക്കുവാൻ മനസ്സാകുന്ന വിധത്തിലൊരു അവസ്ഥയിലേക്ക് വരുവാൻ ദൈവത്തിന് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. When David committed adultery with Bathsheba, ബത്ശേബയുമായിട്ട് ദാവീദ് വ്യഭിചാരം ചെയ്തപ്പോൾ God had to wait till David came to a situation where he became helpless. ദാവീദിന് നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് വരുന്നത് വരെ ദൈവത്തിന് കാത്തിരിക്കേണ്ടി വന്നു. Then he had to send Nathan. അപ്പോഴാണ് നാഥാൻ പ്രവാചകൻ God could not talk to Samson until his eyes were blocked. ശിംശോന്റെ കണ്ണുകൾ നഷ്ടപ്പെടുന്നത് വരെ ദൈവത്തിന് അദ്ദേഹത്തോട് സംസാരിക്കുവാൻ My സാധിക്കില്ലായിരുന്നു. friends, God has come to you today. ദൈവം ഇന്ന് നിങ്ങളെ സമീപിക്കുന്നു. God is approaching you today. ദൈവം ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. Probably you are in the rock bottom of your life. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴത്തിന്റെ അങ്ങേ അറ്റം നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. Probably there is no more opportunity for you. നിങ്ങൾക്ക് ഇനി അവസരങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ God കാണുന്നു. has brought this message to you. ഈ സന്ദേശം ദൈവം നിങ്ങളുടെ പക്കൽ And എത്തിക്കുന്നു. if you are willing to listen to this ഈ message, സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാത് തുറക്കുമെങ്കിൽ who knows, God can work tonight. ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. Verse 6 is the turning point. 6ാമത്തെ വാക്യമാണ് ഇവിടുത്തെ കേന്ദ്രബിന്ദു. Verse 6 is the very turning point. 6ാമത്തെ വാക്യത്തിൽ ഇവിടെ കഥ Then മാറുന്നു. she arose with her daughters-in-law to return from the country of Moab, for she had heard in the fields of Moab that the Lord has visited his people for giving them food.
യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. If you look at this verse, ഈ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ it has 3 words which are very important. പ്രധാനപ്പെട്ട 3 പദങ്ങൾ ഇവിടെ കാണാം. Number 1, ഒന്ന്, she heard. അവൾ ശ്രദ്ധിച്ചു, കേട്ടു. Number 2, 2, she left. അവൾ ഉപേക്ഷിച്ചു. Number 3, മൂന്നാമത്, she returned. അവൾ മടങ്ങി വന്നു. These 3 words are very, very important. ഈ 3 പദങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. What she heard? എന്താണ് അവൾ കേട്ടത്? She heard that God has visited Bethlehem. ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചിരിക്കുന്നു എന്നവൾ കേട്ടു. Now let me give you this picture. ഞാൻ ഈ ഒരു ചിത്രം കാണിക്കട്ടെ. Naomi is in Moab. നവോമി ഇപ്പോൾ മോവാബിലാണ്. She left Bethlehem. ബേത്ലഹേമിൽ നിന്ന് പോയതാണ്. God visited Bethlehem. ദൈവം ഇപ്പോൾ ബേത്ലഹേം സന്ദർശിച്ചിരിക്കുന്നു. And Bethlehem is back in fertility. ബേത്ലഹേം അതിന്റെ ആ ഒരു നല്ല അനുഭവത്തിലേക്ക് തിരിച്ചു And വന്നിരിക്കുകയാണ്. this is completely the work of the Lord. ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കർത്താവിന്റെ പ്രവർത്തനം മാത്രമാണ്. God worked it out. ദൈവം അങ്ങനെ അവിടെ പ്രവർത്തിച്ചു. And he sent a message to Naomi. ദൈവം നവോമിക്ക് ഒരു സന്ദേശം It അയക്കുന്നു. is God who sent the message to Naomi. നവോമിക്ക് ആ സന്ദേശം കൊടുത്തത് ദൈവം തന്നെയാണ്. We don't know who that person was. ആരാണ് ആ സന്ദേശം എത്തിച്ചത് നമുക്കറിയില്ല. We don't know what kind of message was given. ഏത് വിധത്തിലാണ് ആ സന്ദേശം എന്നും നമുക്കറിയത്തില്ല. I don't know what kind of conversation took place between Naomi and that person. ആ വ്യക്തിയുമായിട്ട് നവോമിയുടെ സംഭാഷണം എന്താണ് But എന്ന് it is എനിക്കറിയില്ല. God who took that initiation to give that message. എന്നാൽ ആ സന്ദേശം കൊടുക്കുവാനായി മുൻകൈ എടുത്തത് ദൈവമാണ്. God initiates. ദൈവം ആരംഭിക്കുന്നു. God invites. ദൈവം ക്ഷണിക്കുന്നു. Now think about this 59th convention. ഈ 59ാമത് കൺവെൻഷനെ കുറിച്ച് ചിന്തിക്കുക. And this convention is God's initiation. ഈ കൺവെൻഷൻ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ ആരംഭമാണ്. And the message I am giving is God's invitation. ഞാൻ നൽകുന്ന സന്ദേശം ദൈവത്തിന്റെ I am ക്ഷണപത്രമാണ്. like a postman. ഞാൻ ഒരു പോസ്റ്റ്മാന്റെ I am ജോലിയാണ് like a ചെയ്യുന്നത്. messenger. ഞാൻ ഒരു The സന്ദേശവാഹകൻ message മാത്രമാണ്. comes from the Lord. സന്ദേശം വരുന്നത് കർത്താവിൽ And നിന്നാണ്. the message has come to you. നിങ്ങളിലേക്ക് ആ സന്ദേശം എത്തിയിരിക്കുകയാണ്. God sent that message to Naomi. നവോമിക്ക് ദൈവം ആ സന്ദേശം And കൊടുത്തു. today God is sending that message to you. ഇന്ന് ആ സന്ദേശവുമായി ദൈവം നിങ്ങളുടെ അടുത്തേക്ക് And വരുന്നു. what that lady might have said like this. അപ്പോൾ നവോമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. Naomi, നവോമി, Bethlehem is now good. ബേത്ലഹേമിന്റെ അവസ്ഥയൊക്കെ മാറി. Why don't you come back? നീ എന്തുകൊണ്ടാ നല്ല ബേത്ലഹേമിലേക്ക് When തിരിച്ചു I look വരുന്നില്ല? at you, I feel so sad. നിന്നെ കാണുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു. Because when you are there in Bethlehem 10 years ago, കാരണം 10 വർഷം മുമ്പ് നീ ബേത്ലഹേമിലായിരുന്നപ്പോൾ you are having all the designer wear dress. നിനക്ക് വളരെ നല്ല വേഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ. You have matching vanity bags. നിന്റെ ബാഗൊക്കെ വേഷത്തോട് ചേരുന്ന You വിധത്തിലായിരുന്നു. have high heel shoes. നല്ല ഉയർന്ന ചെരുപ്പൊക്കെ ഇട്ടിരുന്നല്ലോ. You have very good cosmetics. നല്ല മേക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. But you don't have any of those things today. ഇപ്പൊ നിനക്ക് അതൊന്നുമില്ല. Your saree is torn. നിന്റെ സാരിയൊക്കെ കീറി You പറഞ്ഞിരിക്കുകയാണ്. don't have slippers. നിനക്ക് കാലിൽ ചെരുപ്പില്ല. And you are sitting here at the cemetery. ഇവിടെ നീ ശവക്കുഴിയുടെ അടുത്തല്ലേ I വന്നിരിക്കുന്നത്. feel so sorry. എനിക്ക് വളരെ പ്രയാസം And തോന്നുന്നു. this is not what you are expected to do. നിന്നെ കുറിച്ച് പ്രതീക്ഷിച്ചത് ഇതൊന്നുമല്ല. You come back. അതുകൊണ്ട് നീ തിരിച്ചു വരിക. You come back. നീ വരിക. That invitation is very much clear. വളരെ വ്യക്തമായിരുന്നു ആ ഒരു ആഹ്വാനം. And that invitation ആ ഒരു ആഹ്വാനം Naomi has taken. നവോമി തന്റെ ഉള്ളിലേക്ക് എടുത്തു. And once the invitation has been taken, ആ ആഹ്വാനം നവോമി let സ്വീകരിച്ചപ്പോൾ me tell you one thing. ഒരു കാര്യം പറയട്ടെ. There are 2 things that should happen in every human being. ഏതൊരു മനുഷ്യനിലും നടക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. It should be processed intellectually, തന്റെ ബുദ്ധി ഉപയോഗിച്ച് അത് മനസ്സിലാക്കണം. and it should be agreed emotionally. എന്നാൽ വൈകാരികമായിട്ട് അത് ഉൾക്കൊള്ളുകയും വേണം. In both levels it should work. ഈ 2 വിധത്തിലും അത് പ്രവർത്തിക്കണം. And when it works in both levels, ഈ 2 വിധത്തിലും അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ then it is called repentance. അതാണ് മാനസാന്തരം. Many of the frontline churches, ഇന്ന് പ്രധാനപ്പെട്ട സഭകളെ നോക്കിയാൽ we have the gospel messages. നമുക്ക് സുവിശേഷ സന്ദേശങ്ങളുണ്ട്. Because in our almanac, കാരണം നമ്മുടെ പഞ്ചാംഗത്തിൽ we have gospel messages included. നമുക്ക് സുവിശേഷ സന്ദേശങ്ങൾ അടക്കിയിട്ടുണ്ട്. By the way, I'm a CSA man. ഞാനൊരു CSI കാരനാണ്. I was married in a CSA church. ഒരു CSI പള്ളിയിലായിരുന്നു എന്റെ വിവാഹം. I am from Krishna Godavari diocese. കൃഷ്ണ ഗോദാവരി മഹായിടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. I am from a church that is in a place called Eluru. എലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. My church was started in 1863 1863 എന്റെ സഭ ആരംഭിച്ചത്. by London Mission Society missionaries. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ സുവിശേഷകരാണ്, മിഷണറിമാരാണ് അത് The ആരംഭിച്ചത്. missionary who came to my village was called Canon Alexander. കാനൻ അലക്സാണ്ടർ എന്ന സുവിശേഷകനാണ് എന്റെ ഗ്രാമത്തിലേക്ക് വന്ന മിഷണറി. He started the church in 1863.
1863 അദ്ദേഹം അവിടുത്തെ സഭ My ആരംഭിച്ചു. great grandfather was one of the first converts. എന്റെ പിതാമഹന്റെ പിതാവ് അവിടുത്തെ ആദ്യത്തെ മാനസാന്തരപ്പെട്ട വ്യക്തിയിൽ I'm a ഒന്നാണ്. 4th generation CSI Christian. ഞാൻ അതിലെ 4ാം തലമുറയിലെ CSI കാരനാണ്. Our previous moderator, ഇതിനു മുമ്പുണ്ടായിരുന്ന മോഡറേറ്റർ Daivashirvadam, ദൈവാശീർവാദം തിരുമേനി, we both used to play cricket. ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റ് We കളിക്കുമായിരുന്നു. used to go as openers. ഓപ്പണേഴ്സ് ആയിരുന്നു ഞങ്ങൾ. We used to have a cricket club called Christ Church Cricket Club. ക്രൈസ്റ്റ് ചർച്ച് ക്രിക്കറ്റ് ക്ലബ് എന്ന പേരിൽ ഞങ്ങൾക്ക് ഒരു സംഘടന We ഉണ്ടായിരുന്നു. are that close. ഞങ്ങൾ അത്രമാത്രം അടുത്ത് ജീവിച്ചവരാണ്. And when I'm speaking, ഞാൻ സംസാരിക്കുമ്പോൾ don't get hurt. ദയവായിട്ട് മുറിവ് I'm ഉണ്ടാകരുത്. speaking about our family. എന്റെ കുടുംബത്തെ കുറിച്ചാണ് ഞാൻ I പറയുന്നത്. have the authority to speak as a family member. ഒരു കുടുംബാംഗം എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ള I'm speaking as അധികാരം. an insider. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഇത് In our പറയുന്നത്. churches, ഞങ്ങളുടെ സഭകളിൽ this is what happens. സംഭവിച്ചത് ഇതാണ്. Repentance is often misunderstood. പലപ്പോഴും മനസ്താപം എന്നതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. Sometimes it is processed only in the head. പലപ്പോഴും തലച്ചോറിനകത്ത് മാത്രം അതിന്റെ പ്രവർത്തനം നടന്നു. Sometimes it is experienced only in the heart. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകാരികമായി മാത്രം അത് But I അനുഭവിച്ചു. want to tell you one thing. ഞാൻ ഒരു കാര്യം പറയട്ടെ, It should happen at both levels. രണ്ട് വിധത്തിലും ഈ പ്രവർത്തനം നടക്കണം. For the prodigal son, ധൂർത്തപുത്രനെ when സംബന്ധിച്ച് he came to senses, അദ്ദേഹത്തിന് ബോധമുണ്ടായപ്പോൾ, that means it started working in his head. അതായത് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ It പ്രവർത്തനം is the തുടങ്ങി. word of God that works on your head. നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. When the word of God is delivered, ദൈവവചനം നിങ്ങളുടെ മുമ്പാകെ നൽകപ്പെടുമ്പോൾ, when the message is given to you, ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, the word hits your head. ഈ വചനം നിങ്ങളുടെ തലയിൽ വന്ന് പതിക്കുന്നു. And in the head, you start thinking. നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഇത് ചിന്തിക്കുവാൻ It തുടങ്ങുന്നു. is called the logical thinking. അതാണ് ബൗദ്ധികമായ ഒരു ചിന്താഗതി. You are thinking intellectually. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് It ചിന്തിക്കുന്നു. should happen. അത് തീർച്ചയായിട്ടും And the സംഭവിക്കണം. second thing that happened was this. സംഭവിക്കേണ്ട രണ്ടാമത്തെ കാര്യം, When the processing is happening in the head, നിങ്ങളുടെ തലച്ചോറിൽ ഈ പ്രവർത്തനം the നടക്കുമ്പോൾ, prodigal son thought like this. ധൂർത്തപുത്രൻ ഇങ്ങനെ I ചിന്തിച്ചു, will get up and go to my father. ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. And I will say to him, Father, I am not your son. ഞാൻ അപ്പനോട് പറയും, അപ്പ ഞാൻ നിന്റെ മകനല്ല. That is called emotion. അത് വികാരമാണ്. In the same way, ഇതേ വിധത്തിൽ നവോമി decided to leave Moab. മോവാബ് വിട്ടുപോകുവാനായിട്ട് തീരുമാനിക്കുന്നു. Her husband has brought small business here. തന്റെ ഭർത്താവ് ഇവിടെ ചെറിയ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. The husband died. ഭർത്താവ് മരിച്ചുപോയി. The two sons died. രണ്ട് ആൺമക്കളും മരിച്ചു. I don't know what kind of business they were doing. അവർ ചെയ്ത കച്ചവടത്തിന്റെ രീതി The എനിക്ക് little അറിയത്തില്ല. property they have in Moab, മോവാബിൽ അവർക്കുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം she decided to leave. അത് വിട്ടുകളയുവാനായിട്ട് If anybody തീരുമാനിക്കുന്നു. asks, ആരെങ്കിലും ചോദിച്ചാൽ, what are you doing? നവോമി നീ എന്താ She ചെയ്യുന്നത്? is saying, I'm going to leave Moab. ഞാൻ മോവാബ് വിട്ടുകളയുകയാണ്. Are you out of your mind? നിനക്കെന്നെ ഭ്രാന്ത് പിടിച്ചോ? Are you crazy? നിനക്ക് തലക്കെന്തോ പറ്റി? How can you do that? നിനക്കിത് ചെയ്യാൻ എങ്ങനെ പറ്റും? That's emotion. അത് വികാരമാണ്. The word repentance മാനസാന്തരം എന്ന് പറയുന്നത് has two images. രണ്ട് ഭാവങ്ങളുണ്ട്. If you look at the word repentance in Greek, ഗ്രീക്ക് ഭാഷയിൽ ഈ പദം it നോക്കുകയാണെങ്കിൽ speaks about change in mind. മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റത്തെ കുറിച്ച് നാം If you കാണുന്നു. look at the word repentance in Hebrew, എന്നാൽ എബ്രായ ഭാഷയിൽ it നോക്കുകയാണെങ്കിൽ speaks about the change in the direction. നമ്മൾ പോകുന്ന ആ ഒരു ദിശയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് അവിടെ You കാണുന്നത്. decide here നിങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നു, and you change your direction here. നിങ്ങളുടെ യാത്രയുടെ വഴി നിങ്ങൾ ഇവിടെ മാറ്റുന്നു. In our churches, നമ്മുടെ സഭകളിൽ sometimes we hear a very powerful message. വളരെ ശക്തമായ ഒരു സന്ദേശം ചിലപ്പോൾ We ലഭിക്കും. go to the achan നമ്മൾ അച്ഛൻ്റെ അടുക്കൽ ചെല്ലും, and we say, you gave a very good message. അച്ഛാ ഇന്നത്തെ പ്രസംഗം വളരെ നല്ലതായിരുന്നു. That itself is enough that the message hasn't gone into the heart. ആ സന്ദേശം ഉള്ളിലേക്ക് കയറി എന്നതിന്റെ ഒരു സൂചനയാണ്. Appreciation says that you haven't applied. എന്നാൽ നിങ്ങൾ ഇങ്ങനെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടില്ല It's എന്നർത്ഥം. only here. അത് ഈ ബുദ്ധിയിൽ തന്നെ It നിൽക്കുകയാണ്. did not go here. അത് ഹൃദയത്തിലോട്ട് ഇറങ്ങിയില്ല. That's one kind. ഇതാണ് ഒരു But ഭാവം. there are other kind of people. എന്നാൽ മറ്റു ചില There's ആൾക്കാരുണ്ട്, a beautiful choir വളരെ നല്ലൊരു ഗായക സംഘം and they are നമുക്കുണ്ട്. singing a very melodious song, വളരെ മനോഹരമായ ഒരു പാട്ട് അവർ and പാടുന്നു. the very music അതിന്റെ ആ സംഗീതം creates a kind of an emotional instinct. നമ്മളിൽ വൈകാരികമായ ഒരു അനുഭവം ഉണ്ടാക്കുന്നു. Tears roll down കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. and you pray. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. That means അതിന്റെ അർത്ഥം you only prayed here, നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ but നിൽക്കുകയാണ്. no decision has been taken here. തീരുമാനമൊന്നും ഇവിടെ I ഉണ്ടായില്ല. want to tell you one thing. ഞാനൊരു കാര്യം പറയാം. Repentance is മനസ്താപം എന്ന് you പറയുന്നത് decide here നിങ്ങൾ ഇവിടെ and you തീരുമാനിക്കുക, change your direction here. നിങ്ങളുടെ ദിശ നിങ്ങൾ ഇവിടെ You know that man മാറ്റുക. Nicodemus. നിക്കോദിമോസിനെ നിങ്ങൾക്കറിയാം. Nicodemus is an achan. അദ്ദേഹം ഒരു
പുരോഹിതനായിരുന്നു. And the Achan was talking to Jesus. ഈ അച്ഛൻ യേശുവിനോട് സംസാരിക്കുകയാണ്. Jesus said, യേശു പറഞ്ഞു, you must be born again. നീ വീണ്ടും ജനിക്കണം. You must be born again. നീ വീണ്ടും ജനിക്കണം. When was the last time you heard that word? ഇത് നിങ്ങൾ ഈ അവസാനം കേട്ടത് എന്നാണ്? You must be born again. നിങ്ങൾ വീണ്ടും ജനിക്കണം. You might be a member in the CSI church. CSI സഭയുടെ ഒരു അംഗമായിരിക്കാം നിങ്ങൾ. You might be a 5th generation or 6th generation Christian. ക്രൈസ്തവരെന്ന നിലയ്ക്ക് 5ാമത്തെയോ 6ാമത്തെയോ But I തലമുറയായിരിക്കാം. want to say this. എന്നാൽ ഞാനിത് പറയട്ടെ, You must be born again. നിങ്ങൾ വീണ്ടും ജനിച്ചേ മതിയാകുള്ളൂ. And that was what Nicodemus was hearing. നിക്കോദിമസ് കേട്ടത് അതാണ്. Nicodemus was not able to understand. ഇത് മനസ്സിലാക്കുവാൻ നിക്കോദിമസിന് And സാധിച്ചില്ല. Jesus had to say, അതുകൊണ്ട് യേശുവിന് you പറയേണ്ടി must be വന്നു, born through the water നീ വെള്ളത്താൽ ജനിക്കണം, and through the Spirit. അതുപോലെ ആത്മാവിനാലും What do you mean ജനിക്കണം. by the water? എന്താണ് വെള്ളത്തിന്റെ അർത്ഥം? Is he speaking about baptism? സ്നാനത്തെ കുറിച്ചാണോ പറയുന്നത്? If I look at your bishop ഞാൻ തിരുമേനിയെ and നോക്കിക്കൊണ്ട് I ask him, ഞാൻ അദ്ദേഹത്തോട് have you പറയുകയാണ്, been baptized? സ്നാനപ്പെട്ടോ എന്ന് You people ചോദിക്കുകയാണെങ്കിൽ will stone me to death. ഇന്ന് നിങ്ങളെല്ലാവരും എന്നെ How കല്ലെറിയും. can he become bishop without a baptism? ഒരു സ്നാനമില്ലാതെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ബിഷപ്പാകാൻ Here is സാധിക്കുന്നത്? Nicodemus. ഇവിടെ നിക്കോദിമസിനെ He might have നോക്കുക. gone through all of that. ഈ ചടങ്ങുകളിൽ കൂടെ ഒക്കെയും When പോയിട്ടുണ്ടാവും. Jesus was using the word with water, വെള്ളത്താൽ എന്ന പദം കർത്താവ് he's ഉപയോഗിക്കുമ്പോൾ speaking about the word of God. ദൈവവചനം എന്നാണ് The അർത്ഥമാകുന്നത്. word. വചനം, The word that cleanses the church. സഭയെ ശുദ്ധീകരിക്കുന്ന വചനം. According to Ephesians chapter 5 verses 26 and 27. എഫെസ്യർ 5:26-27 വാക്യങ്ങൾ നോക്കുമ്പോൾ The water here is the word. ഇവിടെ വെള്ളം എന്ന് പറയുന്നത് വചനത്തെ You must hear ഉദ്ദേശിക്കുന്നു. the word of God. നിങ്ങൾ ദൈവവചനം And കേൾക്കണം. the Spirit of God should work on that word of God. ആ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. You are born into this world. നിങ്ങൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു. You have a father. നിങ്ങൾക്കൊരു പിതാവുണ്ട്, You have a mother. നിങ്ങൾക്കൊരു അമ്മയുമുണ്ട്. In the same way, അതേ വിധത്തിൽ തന്നെ for you to be born again, നിങ്ങൾ വീണ്ടും you ജനിക്കുന്നതിന് need a father. നിങ്ങൾക്കൊരു അപ്പന്റെ You need a ആവശ്യമുണ്ട്, mother. ഒരു അമ്മയുടെയും That is ആവശ്യമുണ്ട്. the word of God and the Spirit of God. ഇത് ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവുമാണ്. When the Spirit of God works on the word of God, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുമ്പോൾ the child of God is born. ദൈവത്തിന്റെ ഒരു കുഞ്ഞ് I ജനിക്കുന്നു. want to ask you this question. ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, Are you born again? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? Have you changed your direction? നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിങ്ങൾ Have you മാറ്റിയിട്ടുണ്ടോ? made a decision? നിങ്ങൾ ഒരു തീരുമാനമെടുത്തവരാണോ? Remember Judas. യൂദായെ നോക്കുക. Judas, യൂദ he repented. അദ്ദേഹം But മാനസാന്തരപ്പെട്ടു. his repentance എന്നാൽ അദ്ദേഹത്തിന്റെ was മനസ്താപം only emotional. വൈകാരികം മാത്രമാണ്. He emotionally came to the people ജനത്തിന്റെ അടുത്തേക്ക് വൈകാരികമായിട്ട് അദ്ദേഹം and വന്നു. he says, I'm feeling guilty എനിക്ക് കുറ്റബോധമുണ്ട്, for killing this man, ഈ മനുഷ്യനെ കൊന്നതിൽ എനിക്ക് for giving കുറ്റബോധമുണ്ട്. this man. ഈ മനുഷ്യനെ ഞാൻ കൊന്നു. Take this money. അതുകൊണ്ട് ഈ പണം നിങ്ങൾ എടുക്കുക. He thinks by giving away the money, ആ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ the guilt will be gone. തനിക്കുള്ള കുറ്റബോധം But മാറുമെന്ന് nothing ചിന്തിക്കുന്നു. could happen എന്നാൽ അങ്ങനൊന്നും സാധിക്കില്ല. when you have only emotional repentance. വൈകാരികമായി മാത്രമുള്ള You മാനസാന്തരമാണ്. feel so frustrated. നിങ്ങൾക്ക് വളരെ You പ്രയാസമുണ്ടാകും. are just ending up in crying. നിങ്ങൾ കണ്ണുനീര് കൊണ്ട് നിങ്ങൾ അവസാനിക്കും. Judas committed suicide. യൂദ കിട്ടിഞ്ഞാന്ന് ചത്തു. My friends, in our churches, ഇന്ന് നമ്മുടെ സഭയിലെ we സാഹചര്യം have these two extreme concepts. ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന തീവ്രമായ ചിന്തകളുണ്ട്. Some people know the word of God. ദൈവവചനം അറിയുന്ന ചില ആൾക്കാരുണ്ട്. Some people appreciate the word of God, ദൈവവചനത്തെ അംഗീകരിക്കുന്ന അത് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. but they don't change their direction. എന്നാൽ അവരുടെ ദിശ മാറ്റുവാൻ അവർ They'll become ഒരുക്കമല്ല. hard. അവര് ഹൃദയം They'll കഠിനപ്പെട്ടവരാണ്. become stubborn. അവരുടെ മനസ്സ് തടിച്ചവരാണ്. Therefore, അതുകൊണ്ട് it is very difficult to preach in a frontline church. അതുകൊണ്ട് ഇന്നത്തെ ഒരു മുഖ്യധാരാ സഭയിൽ പ്രസംഗിക്കുന്നത് വളരെ Because they ബുദ്ധിമുട്ടാണ്. know the word of God, കാരണം അവർക്ക് ദൈവവചനം but അറിയാം. the word of God hasn't been applied. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ ദൈവവചനം പ്രവർത്തിക്കുവാൻ തുടങ്ങിയില്ല. But there are some independent churches, ചില സ്വതന്ത്ര സഭകളുണ്ട്. they work on the emotions. വികാരങ്ങളിലാണ് അവരുടെ പ്രവർത്തനം. അവിടെ There will be weeping, കരച്ചിലൊക്കെ ഉണ്ടാവും, there will be crying, വളരെയേറെ വിലാപം there will ഉണ്ടാകും, be shouting, വളരെ ഒച്ചപ്പാടുണ്ടാകും. but the lives are not changed. എന്നാൽ ജീവിതങ്ങളിൽ But മാറ്റമില്ല. these are the two extremes we have, my friends. ഇതാണ് സ്നേഹിതരെ രണ്ടറ്റങ്ങൾ. My question to you is simply this: ഇന്ന് നിങ്ങളോടുള്ള ലളിതമായ എന്റെ Are ചോദ്യം, you born again? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? Has the word of God worked on you? ദൈവത്തിന്റെ വചനം നിങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? Has the Spirit of God convicted you? ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ കുറ്റബോധം വരുത്തിയിട്ടുണ്ടോ? Convicted you of your sin? നിങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം ദൈവാത്മാവ് നൽകിയിട്ടുണ്ടോ? Convicted you that Jesus Christ is the only righteous? യേശുക്രിസ്തു മാത്രമാണ് നീതിയുള്ളവൻ എന്നുള്ള ബോധം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? Made you to come to Jesus Christ and commit your life? നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് In സാധിച്ചിട്ടുണ്ടോ? couple of minutes I'm going to give you a call. ഞാൻ ചില നിമിഷങ്ങൾക്ക് ശേഷം If ഒരു you are ആഹ്വാനം not നൽകുന്നു. born again, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല you എങ്കിൽ might be a member of a CSI നിങ്ങളൊരു church. CSI സഭാംഗമായിരിക്കാം. You might be on the board. നിങ്ങൾ അതിന്റെ കമ്മിറ്റിയിൽ You ഉണ്ടായിരിക്കാം. might be in the committees. നിങ്ങൾ പള്ളിയുടെ ഭരണഘടനയിൽ Your ഉണ്ടായിരിക്കാം. family might be Christians for 3-4 generations. 3-4 തലമുറയായി ക്രൈസ്തവ But കുടുംബത്തിലായിരിക്കാം. if you are not born again, എന്നാൽ നിങ്ങൾ വീണ്ടും if ജനിച്ചില്ല you haven't എങ്കിൽ, repented, നിങ്ങൾ if the മാനസാന്തരപ്പെട്ടിട്ടില്ല word എങ്കിൽ, of God hasn't made you to change your direction, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുവാൻ ദൈവവചനത്തിന് സാധിച്ചിട്ടില്ല if എങ്കിൽ, the Spirit of God has not convicted you, ദൈവാത്മാവ് നിങ്ങളിൽ ഒരു പാപബോധം നൽകിയിട്ടില്ല എങ്കിൽ, this night, ഇന്ന് രാത്രി the way Naomi heard the message, നവോമി ഈ സന്ദേശം കേട്ടതുപോലെ you are hearing the message. നിങ്ങൾ ഈ സന്ദേശം She കേട്ടുകൊണ്ടിരിക്കുകയാണ്. heard, നവോമി ഇത് കേട്ടു. she left Moab. നവോമി മോവാബ് വിട്ടുപോയി. I know leaving Moab is a very tough thing. മോവാബ് വിട്ടുപോകുന്നത് വളരെ I don't പ്രയാസമുള്ള know what you കാര്യമാണ്. have to leave. നിങ്ങൾ എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടതെന്ന് Do എനിക്കറിയില്ല. you have to leave a relationship? ഒരു പക്ഷേ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ Do you മാറിപ്പോകേണ്ടി have to വരും. leave a habit? നിങ്ങളുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറേണ്ടി Do വരും. you have to leave your own desires? നിങ്ങളുടെ ചില ആഗ്രഹത്തിൽ നിന്ന് മാറേണ്ടി വരും. I know that is a very tough thing. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് Unless എനിക്കറിയാം. you leave, എന്നാൽ നിങ്ങൾ ഇവിടുന്ന് you വിട്ടുപോകുന്നില്ല എങ്കിൽ cannot move. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. Movement takes place only after leaving. വിട്ടുപോയി കഴിഞ്ഞ് മാത്രമേ മുമ്പോട്ടുള്ള പ്രയാണം ആരംഭിക്കുകയുള്ളൂ. Tonight you need to live. ഇന്ന് രാത്രി നിങ്ങൾ May വിട്ടുപോകേണ്ടതുണ്ട്. God give you the grace ദൈവം നിങ്ങൾക്ക് അതിന് സഹായിക്കട്ടെ. to leave. നിങ്ങൾക്ക് മുമ്പോട്ട് May പോകുവാനായി God give you the grace ദൈവം നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം to നൽകട്ടെ. stand up and move towards God. ദൈവത്തെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് അടുക്കുവാനുള്ള ധൈര്യം നൽകട്ടെ. I'm so happy. എനിക്ക് വളരെ സന്തോഷം. Naomi decided to move to Bethlehem. ബേത്ലഹേമിലേക്ക് പോകുവാൻ നവോമി She തീരുമാനിച്ചു. doesn't have any guarantee. എന്ത് സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. She left Bethlehem 10 years ago. 10 വർഷം മുമ്പ് ബേത്ലഹേം She വിട്ടുപോയവളാണ്. had 2 acres of land there. അവിടെ 2 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. I don't know whether it is there or not. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് There അറിയത്തില്ല. used to be a house. അവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു. All these 10 years, 10 വർഷത്തിന് ശേഷം nobody lived there. അവിടെ ആരും We താമസിച്ചിട്ടില്ല. don't know what is happening there. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് But she അറിയത്തില്ല. still decided to go back. എന്നാൽ തിരിച്ചു പോകുവാനായി നവോമി തീരുമാനിക്കുന്നു. Tonight, ഇന്ന് രാത്രി are you willing to go back? തിരിച്ചു പോകുവാൻ നിങ്ങൾ Are you സന്നദ്ധരാണോ? willing to take a U-turn? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേർ തിരിവെടുക്കുവാൻ നിങ്ങൾക്ക് Take a സാധിക്കുമോ? decision in the head? നിങ്ങളുടെ തലയിൽ ഒരു തീരുമാനം എടുക്കുവാൻ Change your സാധിക്കുമോ? direction in the heart നിങ്ങളുടെ ഹൃദയത്തിലെ ദിശ മാറ്റുവാൻ and സാധിക്കുമോ? come to Jesus Christ. യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുവാൻ I want to സാധിക്കുമോ? share an illustration and close. ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. There were 2 friends. 2 സ്നേഹിതർ They met after a long time. വളരെ കാലങ്ങൾക്ക് ശേഷം One കണ്ടുമുട്ടുന്നു. was a very rich fellow. ഒരാൾ വളരെ ധനികൻ, The other one was not rich. മറ്റേയാൾ അത്ര പണമുള്ളവനല്ല. They both had a meal. അവരെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. The rich man wanted to pay the bill. ഈ ധനികന് ബില്ല് കൊടുക്കണം എന്ന് He ആഗ്രഹമുണ്ട്. took out his wallet, തന്റെ പേഴ്സ് എടുത്തു, paid the bill. ബില്ല് കൊടുത്തു. Along with the wallet, അതോടൊപ്പം he was having a small pistol. ഒരു ചെറിയ തോക്ക് ആ പേഴ്സ് എടുത്തപ്പോൾ His പുറത്തു friend asked, "What is that for?" അത് എന്തിനു വേണ്ടിയാണെന്ന് കൂട്ടുകാരൻ "It's for my ചോദിച്ചു. protection. അത് എന്നെ സംരക്ഷിക്കുന്നതിന് I'm very വേണ്ടിയാണ്. rich. എനിക്ക് വളരെ പണമുണ്ട്, Government gave me this protection." അതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് So he was നൽകിയതാണ്. holding the wallet അദ്ദേഹം ഈ പേഴ്സ് പിടിക്കുമ്പോൾ and the pistol, അതോടൊപ്പം ഈ ചെറു and he was തോക്കുകൊണ്ട് trying to keep it in his pocket. തന്റെ പോക്കറ്റിൽ അത് വെക്കുവാൻ ശ്രമിക്കുന്നു. By mistake, അബദ്ധത്തിൽ his finger touched the trigger. ആ തോക്കിന്റെ കാഞ്ചിയ അദ്ദേഹത്തിന് വിരൽ It's പതിഞ്ഞു. very sensitive. വളരെ പെട്ടെന്ന് പൊട്ടുന്ന ഒന്നാണത്. A bullet came ഒരു ബുള്ളറ്റ് പുറത്തേക്ക് and വന്നു, went into the heart of his friend. തന്റെ കൂട്ടുകാരന്റെ ഉള്ള ഹൃദയത്തിലേക്ക് The പതിച്ചു. fellow fell down and died. അദ്ദേഹം അവിടെ വീണ് മരിച്ചു. He started crying. ഇയാൾ കരയാൻ തുടങ്ങി. Police took him. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു. After 3 days, 3 ദിവസത്തിന് ശേഷം they have the judgment. അതിന്റെ വിധി ഉണ്ടായി. When he was there in the court, കോടതിയിൽ അദ്ദേഹമായപ്പോൾ he did not open his mouth. വായൊന്നും തുറക്കുന്നില്ല. The judgment was given. ഇങ്ങനെയാണ് വിധി വന്നത്. This is a cold-blooded murder. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. He must be hanged to death in 7 days. 7 ദിവസത്തിനുള്ളിൽ ഇയാളെ തൂക്കിക്കൊല്ലണം. He was sent to jail. ജയിലിലേക്ക് അയാളെ കൊണ്ടുപോയി. On the 6th day, 6ാമത്തെ ദിവസം all the friends went to the judge ജഡ്ജിന്റെ അടുക്കലേക്ക് and they സ്നേഹിതരൊക്കെ said, പോയി. "This is the situation." അവരെ ഈ സാഹചര്യം The മനസ്സിലാക്കി. judge said, അപ്പോൾ "That fellow is not opening his mouth." ന്യായാധിപൻ പറഞ്ഞു, അയാൾ വായൊന്നും They തുറക്കുന്നില്ലല്ലോ. said, "He's shocked and he's feeling guilty." അയാൾക്ക് കുറ്റബോധമുണ്ട്, അതിന്റെ ഒരു ഞെട്ടലിലാണ്. The judge said, അപ്പോൾ ന്യായാധിപൻ "I പറഞ്ഞു, have one last option. എനിക്ക് ഇനി ഒരു കാര്യം മാത്രം I'll go സാധിക്കും. to the jail ഞാൻ ജയിലിലേക്ക് പോകും, and I will give him the Yeah. pardon letter. ഞാൻ ക്ഷമയുടെ പത്രം അയാൾക്ക് കൊടുക്കും. He has to sign on it.
അയാൾ അതിൽ ഒപ്പിടണം. He goes there. ജഡ്ജ് അവിടേക്ക് ചെല്ലുന്നു. The man was turning that side, ഈ മനുഷ്യൻ തിരിഞ്ഞിരിക്കുകയാണ്, not even turning back. പുറമോട്ട് നോക്കുന്നേയില്ല. He said like this, the judge said like this, അപ്പോൾ ജഡ്ജി ഇങ്ങനെ പറഞ്ഞു, I got you good news. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു I കാര്യം got you പറയുന്നുണ്ട്. life. നിനക്ക് ജീവൻ നൽകുവാൻ That പോകുന്നു. man thought a pastor came, ഇത് ഏതോ ഒരു പാസ്റ്റർ ആണെന്ന് വിചാരിച്ചു. and he said, get away. ഇവിടുന്ന് പോ എന്ന് പറഞ്ഞു. The judge has gone. ജഡ്ജി തിരിച്ചുപോയി. After a couple of minutes, 2 മിനിറ്റിന് the ശേഷം jail superintendent came and said, ജയിൽ സൂപ്രണ്ട് വന്ന് പറഞ്ഞു, sir, tomorrow morning at 4 o'clock we are going to hang you. നാളെ രാവിലെ 4 മണിക്ക് തന്നെ തൂക്കിക്കൊല്ലാൻ Do you have പോകുന്നു. any last wish? എന്തെങ്കിലും അവസാനത്തെ He ആഗ്രഹമുണ്ടോ? was just thinking what he should ask. എന്ത് ചോദിക്കണമെന്ന് അയാൾ In the ചിന്തിക്കുകയാണ്. meantime, the jail superintendent said, ജയിൽ സൂപ്രണ്ടിന്റെ ഇടയിൽ I പറഞ്ഞു, know you don't have any wishes. തനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല എന്ന് And he said, എനിക്കറിയാം. why? അതെന്താണ്? When the judge came to give you life, ജീവൻ നൽകുവാനായിട്ട് ന്യായാധിപൻ ഇവിടെ you just വന്നപ്പോൾ throw him out. അദ്ദേഹത്തെ പുറത്തേക്ക് And ആട്ടിക്കളഞ്ഞു. he started crying. അപ്പോൾ ഇയാൾ കരയാൻ Was തുടങ്ങി. that the judge who came? വന്നത് He ന്യായാധിപനായിരുന്നു. cried a lot. വളരെയേറെ And കരഞ്ഞു. he said like this, ഇങ്ങനെ പറഞ്ഞു, sir, സർ, after you hang me to death, എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞു. you post my picture in the newspaper, പത്രത്തിൽ എന്റെ പടം കൊടുക്കണം. and underneath അതിനിടയിൽ you write my last statement. എന്റെ അവസാനത്തെ ഒരു വാചകം ഇങ്ങനെ എഴുതുക. And he asked, what is that? അതെന്താണ്? My friends, എന്റെ സുഹൃത്തുക്കളെ, I am not dying ഞാൻ മരിക്കുന്നില്ല because of committing the murder, കൊലപാതകം ചെയ്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ മരിക്കുന്നത്. but I am dying because I rejected a pardon. ഞാൻ ഒരു ക്ഷമ നിരസിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മരിക്കുന്നത്. Tonight, ഇന്ന് രാത്രി we are all sinners. നമ്മളെല്ലാവരും We are പാപികളാണ്. all bound to hell. നമ്മളെല്ലാവരും നരകത്തിലേക്ക് പോകുവാൻ But I can say മുദ്രയിട്ടവരാണ്. one thing, എന്നാൽ ഒരു കാര്യം എനിക്ക് I'm not പറയാം, going to hell. ഞാൻ നരകത്തിൽ പോകില്ല. Why? കാരണം Not because I'm righteous, ഞാൻ but I നീതിമാനായതുകൊണ്ടല്ല, have accepted the pardon. ഞാൻ ആ ക്ഷമ സ്വീകരിച്ച I വ്യക്തിയാണ്. repented. ഞാൻ മനസ്താപപ്പെട്ടു. Have you? നിങ്ങളത് Have ചെയ്തിട്ടുണ്ടോ? you? നിങ്ങൾക്കത് Have you അനുഭവമുണ്ടോ? confessed your sin? നിങ്ങളുടെ പാപം നിങ്ങൾ Have you പറഞ്ഞിട്ടുണ്ടോ? decided in your head? നിങ്ങളുടെ തലയിൽ നിങ്ങളത് Have you തീരുമാനിച്ചിട്ടുണ്ടോ? changed your direction in your heart? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഗതി മാറ്റിയിട്ടുണ്ടോ? If not, my friends, അല്ലെങ്കിൽ പ്രിയ സ്നേഹിതരെ, why not we do it this night? ഇന്ന് രാത്രി നമുക്കത് ചെയ്തുകൂടെ? God sent a message to Naomi. നവോമിക്ക് ദൈവം ഒരു സന്ദേശം അയച്ചു. God sent a message to you. നിങ്ങൾക്ക് ഒരു സന്ദേശം ദൈവം ഇന്ന് Naomi അയക്കുന്നു. heard it. നവോമി അത് കേട്ടു. Naomi left Moab. നവോമി മോവാബ് വിട്ടു. Naomi moved towards Bethlehem. ബേത്ലഹേമിലേക്ക് നവോമി യാത്ര തിരിച്ചു. What about you? നിങ്ങളെ സംബന്ധിച്ച് Shall we എന്താണ്? all bow down our heads? നമുക്ക് എല്ലാവർക്കും Close തലവണക്കാം. our eyes. നമ്മുടെ കണ്ണുകളെ We're going അടയ്ക്കാം. to just take a couple of minutes and then wind up. 2 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ I want അവസാനിപ്പിക്കുകയാണ്. everybody to be silent and just think about your own self. നിങ്ങളെല്ലാവരും നിശബ്ദരായിരുന്ന നിങ്ങളെക്കുറിച്ച് തന്നെ I ചിന്തിക്കുക. believe the Spirit of God is going to minister to each and everyone who is sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. As the word has been planted in your head, നിങ്ങളുടെ തലച്ചോറിലേക്ക് ഈ വചനം നട്ടിരിക്കുകയാണ്. the Spirit of God uses it. ദൈവത്തിന്റെ ആത്മാവ് അത് ഉപയോഗിക്കും. And may the word of God work in your heart. ദൈവത്തിന്റെ ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. My friends, as the Spirit of God is ministering, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ക്രിയ some ചെയ്യുമ്പോൾ people will be convicted. നിങ്ങളിൽ ചിലർക്ക് കുറ്റബോധമുണ്ടാകും. Some people will feel, yes, I'm like Naomi. നവോമിയെ പോലെയാണല്ലോ ഞാൻ എന്ന ഒരു ബോധം I നിങ്ങൾക്കുണ്ടാകും. had fantasy and went away. എനിക്ക് വളരെ വിചിത്രമായ ചിന്തകളോടുകൂടി ഞാൻ പുറപ്പെട്ടു പോയ Like ആളാണ്. Elimelech, I took a decision and went away. എലിമലേക്കിനെ പോലെ ഒരു തീരുമാനമെടുത്ത് പുറപ്പെട്ടു പോയ ആളാണ് ഞാൻ. Thank God I'm still alive. കർത്താവെ, ഞാൻ എന്നെ ജീവിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. I have reached my rock bottom. ഞാൻ എൻ്റെ ജീവിതത്തിന് അങ്ങേ അറ്റം And God brought പറ്റിയിരിക്കുകയാണ്. this message. കർത്താവ് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകി. Yes, I need to come to Jesus tonight. ഇന്ന് രാത്രി എനിക്ക് യേശുവിന്റെ അടുത്തേക്ക് വരണം. If that is your decision, നിങ്ങളുടെ തീരുമാനം ഇതാണ്. why don't you say it out? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. You tell it to Jesus. നിങ്ങളത് ഉറക്കെ പ്രഖ്യാപിക്കാം. Lord, I'm sorry I went away. കർത്താവെ, ഞാൻ അകന്നു പോയത് എന്നോട് Please ക്ഷമിക്കണമേ. forgive me. കർത്താവെ, എന്നോട് I'm ക്ഷമിക്കണമേ. coming back to you. ഞാൻ നിന്റെ അടുത്തേക്ക് മടങ്ങി Please വരുന്നു. receive me. കർത്താവെ, എന്നെ സ്വീകരിക്കണമേ. Please come into my heart. കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. This is the moment you need to ask, my friends. സ്നേഹിതരെ, നിങ്ങൾ ഇത് യാചിക്കേണ്ട It should നിമിഷമാണ്. work in your head. ഇത് നിങ്ങളുടെ തലയിൽ It should also പ്രവർത്തിക്കുന്നെങ്കിൽ work in your heart. നിങ്ങളുടെ ഹൃദയത്തിലും ഈ പ്രവർത്തനം You need ഉണ്ടാകണം. to take a decision. നിങ്ങൾ ഒരു You തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. need to change your direction. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റേണ്ടിയിരിക്കുന്നു. My friends, are you willing to do that? നിങ്ങളത് ചെയ്യുവാൻ I would ഒരുക്കമുള്ളവരാണ് like to pray സ്നേഹിതരെ. and conclude. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ And before I ആഗ്രഹിക്കുന്നു. pray, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് I would മുമ്പായി like to ask you this question. ഈ ഒരു ചോദ്യം ഞാൻ Are ചോദിക്കട്ടെ. you born again? നിങ്ങൾ വീണ്ടും If ജനിച്ചവരാണോ? not,
അല്ല എങ്കിൽ Do you want to accept Jesus Christ this night? ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ Would you like to ഒരുക്കമുണ്ടോ? invite him into your heart this night? ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾ I know ആഗ്രഹിക്കുന്നു. some of you have done it previously, നിങ്ങളിൽ ചിലര് നേരത്തെ തന്നെ ഇത് ചെയ്തവരാണ്. but probably you have gone away. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ പിന്നെയും You have പുറകോട്ട് പോയവരായിരിക്കും. deviated. നിങ്ങൾ വഴി മാറിപ്പോയിട്ടുണ്ടാവും. God is so gracious that he's speaking to you tonight. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം Would you like to കൃപാലുവാണ്. return നിങ്ങൾക്കൊരു മടങ്ങി വരവ് the way ആഗ്രഹിക്കുന്നു. Naomi returned to Bethlehem? ബേത്ലഹേമിലേക്ക് നവോമി തിരിച്ചു വന്നതുപോലെ My friends, എന്റെ സ്നേഹിതരെ, the moment is a very deciding moment. വളരെ നിർണായകമായ ഒരു നിമിഷമാണ് Would you നമ്മുടെ like to മുമ്പിലുള്ളത്. ask Jesus to come into your heart? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരണമെന്ന് പറയുവാൻ Would നിങ്ങൾക്ക് you like to സാധിക്കുമോ? confess your sin? നിങ്ങളുടെ പാപം ഏറ്റു പറയുവാൻ നിങ്ങൾക്ക് If there is സാധിക്കുമോ? anyone ഇവിടെ ഇരിക്കുന്ന who ഒരാളെങ്കിലും want to do that, അങ്ങനെ ചെയ്യുവാൻ can you ആഗ്രഹിക്കുന്നു. lift up your right hand and show, and I would like to pray for you. നിങ്ങളുടെ വലതുകരം ഉയർത്തുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Asking Jesus to come into your heart. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് Can ക്ഷണിക്കാം. I see your hands, my friends? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദയവായി നിങ്ങളുടെ വലതുകരം I know it is ഉയർത്തുമോ? very tough, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് but if God എനിക്കറിയാം. has spoken to you, എന്നാൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ, and if you have decided, നിങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണ് if you എങ്കിൽ, decided to change your direction, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി മാറ്റുവാൻ നിങ്ങൾ show your തീരുമാനിച്ചു, hands and say, yes, I want. അതെ എനിക്കിത് ആഗ്രഹമുണ്ട് എന്ന് പറയുവാൻ, എനിക്കിത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് I നിങ്ങളുടെ want കരത്തിൽ Jesus to ഉയർത്താമോ? come into my hand. യേശു എന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. All those who lifted your hands, you can put it down. കരങ്ങൾ ഉയർത്തിയവർക്കൊക്കെയും കൈകൾ All താഴ്ത്തുക. those who lifted their hands, can you stand up where you are? കൈ ഉയർത്തിയ ആൾക്കാർക്ക് അവരുടെ ഇരിപ്പിടത്തിന്റെ സ്ഥലത്ത് I know it is എഴുന്നേറ്റ് very നിൽക്കാമോ? tough, അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. because maybe your family members are sitting with you. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അടുത്തുണ്ടാവാം, Maybe your friends are sitting with നിങ്ങളുടെ you. കൂട്ടുകാർ അടുത്തിരിപ്പുണ്ടാവാം. Amidst them, അവർക്കിത് standing up is really tough. അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് But that പ്രയാസമാണ്. is actually changing the direction. എന്നാൽ ഇതാണ് നിങ്ങളുടെ ഗതി മാറ്റുന്ന The നിമിഷം. difficult thing for the prodigal son was to get up and walk back to the father. പിതാവിന്റെ അടുത്തേക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളത് ധൂർത്തപുത്രന് പ്രയാസമുള്ള The കാര്യമായിരുന്നു. difficult thing for Naomi was to leave Moab and move towards Bethlehem. മോവാബ് വിട്ടുകൊണ്ട് ബേത്ലഹേമിലേക്ക് പോകുവാൻ നവോമിക്കുള്ള ഏറ്റവും പ്രയാസമുള്ള If the തീരുമാനമായിരുന്നു. Spirit of God has spoken to you, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് if എങ്കിൽ, you have realized that you have to move, നീങ്ങണമെന്ന് ദൈവം നിങ്ങളുടെ മനസ്സിൽ ബോധ്യം why നൽകിയിട്ടുണ്ട്, should you hesitate to get up? എന്തുകൊണ്ട് നിങ്ങൾ മടിച്ചിരിക്കണം? My friends, I'm so happy. എനിക്ക് ഒത്തിരി There are സന്തോഷമുണ്ട്. some people who got up. ഇവിടെ പ്രകാരം തീരുമാനം All those എടുത്തവരുണ്ട്. who are sitting, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, don't open your eyes. നിങ്ങൾ ദയവ് ചെയ്ത് കണ്ണുകൾ Don't try തുറക്കരുത്. to look around. നിങ്ങളുടെ ചുറ്റുപാട് നോക്കരുത്. This is a very solemn moment. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു I'm നിമിഷമാണ്. going to ask you one more thing, ഒരു കാര്യം കൂടെ ഞാൻ which ചോദിക്കും. is really tough. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു Really കാര്യമാണ്. tough. ബുദ്ധിമുട്ട് വളരെയുള്ള But may കാര്യം. that happen. എന്നാൽ അത് സംഭവിക്കട്ടെ. Naomi was willing to walk back to Bethlehem. ബേത്ലഹേമിലേക്ക് നടന്നു പോകുവാൻ The നവോമിക്ക് prodigal ഒരുക്കമായിരുന്നു. son was willing to walk back to the father. അപ്പന്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുവാൻ All ധൂർത്തപുത്രന് those മനസ്സായി. who stood up, ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന can ആൾക്കാർ, you walk here to this stage? ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് നടന്നു I'll വരാൻ pray for പറ്റുമോ? you and send you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ I know it is ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടാണെന്ന് But എനിക്കറിയാം. as you're walking, എന്നാൽ നിങ്ങൾ ഇങ്ങനെ നടന്നു the വരുമ്പോൾ clear direction happens in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ശരിയായ ഒരു ദിശയിലേക്കുള്ള The clear കാൽവെപ്പാണ്. decision happens in your head. നിങ്ങളുടെ തലയിൽ വ്യക്തമായ ഒരു All തീരുമാനമുണ്ടാകും. those who are standing, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, can you walk forward നിങ്ങൾ മുമ്പോട്ട് നടന്നു വരുമോ? and come here to the stage? സ്റ്റേജിന്റെ അടുത്തേക്ക് നിങ്ങൾ നടന്നു വരുവാൻ And നിങ്ങളെ can the ആഹ്വാനം ചെയ്യും. cameraman, can you keep the cameras aside? ദയവ് ചെയ്ത് ക്യാമറ വശങ്ങളിലേക്ക് ഒന്ന് മാറ്റി വെക്കാമോ? And can you walk here? നിങ്ങൾ മുമ്പേക്ക് നടന്നു വരിക. I know that's very tough. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് Don't look at എനിക്കറിയാം. each other. ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും You are നോക്കരുത്. walking. നിങ്ങൾ നടക്കുക. You have to walk. നിങ്ങൾ നടന്നേ പറ്റൂ. As you're walking here, നിങ്ങൾ ഇവിടേക്ക് നടന്നു വരുമ്പോൾ I know your heart will be speaking to you. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കുമെന്ന് And I എനിക്കറിയാം. want this walk to be a memory for you. നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്ന ഒരു You നിമിഷമായി should തീർക്കണം. remember this walk. നിങ്ങൾ ഈ നടന്നു വന്നത് നിങ്ങൾ I ഓർക്കണം. decided ഞാൻ തീരുമാനിച്ചതാണ്. and I walked there. ഞാൻ നടന്നു. I invited Jesus Christ. ഞാൻ യേശുവിനെ I am a സ്വീകരിച്ചു. child of God. ഞാൻ ദൈവത്തിന്റെ ഒരു I ശിശുവാണ്. don't belong to this world. ഞാൻ ഈ ലോകത്തിനുള്ള ആളല്ല. I don't belong to Satan. ഞാൻ പിശാചിനുള്ള വ്യക്തിയല്ല. And I belong to Jesus. ഞാൻ യേശുവിനുള്ള വ്യക്തിയാണ്. I want you to think about this walking. നിങ്ങൾ ഈ നടക്കുന്നതിനെ കുറിച്ച് ഹൃദയത്തിൽ And ചിന്തിക്കണമെന്ന് this ആഗ്രഹിക്കുന്നു. walking should be there in your heart till you leave this world. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ നടപ്പ് നിങ്ങളുടെ I ഹൃദയങ്ങളിൽ praise ഉണ്ടാവണം. God. ഞാൻ ദൈവത്തിന് സ്തോത്രം This ചെയ്യുന്നു. night, ഇന്ന് രാത്രി This is the moment where
There is a great festival in heaven. സ്വർഗ്ഗത്തിൽ വലിയൊരു ഉത്സവമുള്ള സമയമാണെന്ന് ഞാൻ പറയട്ടെ. Because the Bible says, കാരണം വചനം പറയുന്നു, even if one person ഒരു മനുഷ്യനെങ്കിലും ഒരു turns വ്യക്തിയെങ്കിലും his heart towards Jesus, യേശുവിലേക്ക് തന്റെ ഹൃദയം തിരിക്കുമ്പോൾ there is a great celebration in heaven. സ്വർഗ്ഗത്തിൽ വലിയൊരു When സന്തോഷം so ഉണ്ടാകും. many people walk here, ഇത്രയുമേറെ ആൾക്കാർ when മുമ്പോട്ട് so നടന്നു many വരുമ്പോൾ people who are willing to boldly say that I want to have Jesus, എനിക്ക് യേശുവിനെ വേണമെന്ന് ധൈര്യത്തോടെ ഇത്രയും ആൾക്കാർ I പ്രഖ്യാപിക്കുമ്പോൾ know there is a great joy in heaven. സ്വർഗ്ഗത്തിൽ വലിയൊരു സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. All those who are sitting, ഇവിടെ ഇരിക്കുന്ന if you ഓരോരുത്തരും have already accepted Jesus Christ, യേശുവിനെ I സ്വീകരിച്ചവരാണെങ്കിൽ want you to pray. ഞാൻ പ്രാർത്ഥിക്കുവാൻ If you ആഗ്രഹിക്കുന്നു. haven't made up your mind till now, ഇപ്പോഴും നിങ്ങൾ തീരുമാനം you എടുത്തിട്ടില്ല can എങ്കിൽ take even this moment. ഈ നിമിഷം നിങ്ങൾക്കത് തീരുമാനിക്കാം. I know this is a deciding moment. തീർച്ചയായിട്ടും ഇത് നിർണായകമായ ഒരു Naomi നിമിഷമാണ്. returned, നവോമി മടങ്ങിപ്പോയി. and all these people are willing to return. ഈ മനുഷ്യരൊക്കെ ഇവിടെ നിൽക്കുന്നവരൊക്കെയും തിരിച്ചു പോകുവാൻ And I ഒരുക്കമുള്ളവരാണ്. thank God. ഞാൻ ദൈവത്തിന് I'll സ്തോത്രം give ചെയ്യുന്നു. all glory to God. ദൈവത്തിന് എല്ലാ മഹത്വവും And സമർപ്പിക്കുകയാണ്. this is the work of the Holy Spirit. ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. The word has been declared. വചനം നിങ്ങളുടെ മുമ്പാകെ The Spirit നൽകപ്പെട്ടിരിക്കുകയാണ്. of God is working. ദൈവത്തിന്റെ ആത്മാവ് I പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. want all those who have come here to put your right hand on your heart. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വലതുകരം നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് And വെക്കുക. we'll say a prayer. നമുക്ക് ഈ ഒരു പ്രാർത്ഥന A പ്രാർത്ഥിക്കാം. prayer. ആ പ്രാർത്ഥന And because God says, ദൈവം ഇങ്ങനെ പറയുന്നു, those who believe in heart ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർ, and confess with mouth, നിങ്ങളുടെ അതരം കൊണ്ട് ഏറ്റു they പറയുന്നവർ will be saved. അവരെ And രക്ഷിക്കപ്പെടും. you're going to do that now. ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യുവാൻ പോവുകയാണ്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Jesus, യേശുവേ, thank you so much. നിനക്ക് സ്തോത്രം. You gave me the message. കർത്താവേ, നീ എനിക്ക് സന്ദേശം നൽകി. Holy Spirit, പരിശുദ്ധാത്മാവേ, thank you so much. നിനക്ക് നന്ദി പറയുന്നു. You helped me to receive that message. ആ സന്ദേശം സ്വീകരിക്കുവാൻ എന്നെ ഇടയാക്കിയല്ലോ. Father, പിതാവേ, forgive me. എന്നോട് ക്ഷമിക്കണമേ. I am a sinner. ഞാനൊരു പാപിയാണ്. Please forgive me. എന്നോട് ദയവായി ക്ഷമിക്കണമേ. Jesus Christ, യേശു ക്രിസ്തുവേ, please come into my heart. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. Receive me. എന്നെ സ്വീകരിക്കണമേ. Accept me. എന്നെ ഉൾക്കൊള്ളണമേ. In Jesus' name, യേശുവിന്റെ നാമത്തിൽ തന്നെ I pray. ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. You can just walk back. ദയവായി നിങ്ങൾക്ക് ഇരിപ്പിടങ്ങളിലേക്ക് I മടങ്ങിപ്പോകാം. will pray ഞാൻ പ്രാർത്ഥിക്കുന്നു. and then conclude. അങ്ങനെ നമുക്കിത് You അവസാനിപ്പിക്കാം. can go with that thinking in your heart, go back meditatively. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്തയുമായി ധ്യാനത്തോടെ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. Father God, we thank you so much for this evening. സ്വർഗീയ പിതാവേ, ഈ സായാഹ്നത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം Thank ചെയ്യുന്നു. you so much for all these people who walked to this place. ഈ മുമ്പിലേക്ക് നടന്നു വന്ന ഓരോ വ്യക്തിക്കായിട്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം I know it ചെയ്യുന്നു. is a big warfare. കർത്താവേ, ഇതൊരു വലിയ യുദ്ധമാണെന്ന് എനിക്കറിയാം. I know it is very painful. കർത്താവേ, ഇത് വേദനയുടെ പ്രയാസമുണ്ട്. But Lord, this helps them to make a clear decision. എന്നാൽ കർത്താവെ, വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇത് അവരെ I want to സഹായിക്കുമല്ലോ. thank you, Lord, for each and every individual who walked here. കർത്താവെ, ഇവിടേക്ക് വന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞാൻ I പ്രാർത്ഥിക്കുന്നു. thank you, Lord, for the way they prayed, oh Lord. കർത്താവെ, അവര് പ്രാർത്ഥിച്ച വിധത്തിനായിട്ട് നിനക്ക് You സ്തോത്രം heard their ചെയ്യുന്നു. prayers. കർത്താവെ, നീ അവരുടെ You പ്രാർത്ഥന കേട്ടു. received them. നീ അവരെ സ്വീകരിച്ചുവല്ലോ. You give them confidence, oh Lord. കർത്താവെ, നീ അവർക്ക് ഉറച്ച ബോധ്യം ഉറപ്പ് Help them നൽകുന്നല്ലോ. to be into right fellowship. കർത്താവെ, ശരിയായ കൂട്ടായ്മയിലേക്ക് നീ അവരെ Help them നടത്തണമേ. to grow in your word. നിന്റെ വചനത്തിൽ വളരുവാൻ അവരെ Help പ്രാപ്തിപ്പെടുത്തണമേ. them to be your powerful witnesses. നിന്റെ കർത്താവെ, ഉജ്ജ്വല സാക്ഷികളായി അവരെ We തീർക്കണമേ. give you glory and honor നിനക്ക് സകല മാനവും മഹത്വവും നൽകുവാൻ because തന്നെ. this is your work. കർത്താവെ, കാരണം ഇത് നിന്റെ I also വേലയാണ്. pray for those who haven't made a commitment. കർത്താവെ, ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്തവർക്ക് വേണ്ടി Help them to പ്രാർത്ഥിക്കുന്നു. decide, oh Master. കർത്താവെ, ഒരു തീരുമാനം എടുക്കുവാൻ പ്രഭു നീ We അവരെ thank you, സഹായിക്കണമേ. Lord, for this ഈ convention. കൺവെൻഷനായിട്ട് നിനക്ക് സ്തോത്രം. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.